നല്ല ഓർമ്മകൾ ഉണ്ട്. കാരണം വെച്ചാൽ നമ്മൾ കുറേ കഷ്ടപ്പെട്ട് പഠിച്ച് ഇരുന്ന് അങ്ങനെയൊക്കെയുള്ളൊരു ഓർമ്മകളാണ് നമുക്ക് കൂടുതലുള്ളത്. പിന്നെ ഇരുന്ന് പഠിക്കാൻ നമുക്ക് നമ്മളെ നോക്കാൻ വേണ്ടി മെൻറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ അവർ നമ്മുടെ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യുന്നുണ്ട്. പിന്നെ അവർക്കൊരു ട്രാക്ക് റെക്കോർഡറുണ്ട്. അപ്പോൾ നമ്മൾ ട്രാക്ക് റെക്കോർഡിൽ എപ്പോഴും ഒക്കെ പോയി സൈൻ വാങ്ങിക്കുക, നമ്മൾ പറഞ്ഞ് ക്വസ്റ്റ്യൻസ് പറഞ്ഞ് കേൾപ്പിക്കുക, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസിന് ഓരോ ചാപ്റ്റർ വൈസ് ക്വസ്റ്റ്യൻസ് നമ്മൾ ട്രാക്ക് റെക്കോർഡറിൽ ചെയ്യും, അതിന് സൈൻ വാങ്ങിക്കാം. അപ്പോൾ നമ്മൾ എല്ലാ പ്രാവശ്യവും എല്ലാ മന്ത്ലി ട്രാക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പഠിക്കുന്നതാണ് മെയിനായിട്ട് ഇതിനകത്തുള്ള പാസ്സാവുന്നതിൻ്റെ ഒരു കാര്യം. നമ്മൾ മാക്സിമം എഫേർട്ട് എടുക്കാം. അപ്പോൾ ഇവർ ഫുൾ ടൈം നോക്കുന്നുണ്ടാവും, നമ്മൾ ക്യാമറയുടെ സർവൈലൻസിലായിരിക്കും. അപ്പോൾ പിന്നെ ഫോണില്ല, മെയിനായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഫോണില്ലാതെയാണ് ഇവിടെ പഠിക്കുന്നത്. അപ്പോൾ തന്നെ നമുക്ക് കുറച്ചധികം കോൺസെൻട്രേഷനോടെ ബുക്കിൽ പഠിക്കാൻ പറ്റും. അപ്പോൾ ഒരു ഹാഫ് അവേഴ്സ് വീട്ടിൽ വിളിക്കാൻ കിട്ടുള്ളൂ. അപ്പോൾ പഠനത്തിൽ കുറച്ചും കൂടി ഫോക്കസ്ഡ് ആയിട്ട് പഠിക്കാൻ ഇവിടെ വന്നിട്ട് സാധിച്ചിട്ടുണ്ട്, കുറച്ചും കൂടെ പണ്ടത്തെ വെച്ച് നോക്കുമ്പോൾ. അപ്പോൾ ഞാനാണെങ്കിൽ എൻ്റെ ഫസ്റ്റ് ഗ്രൂപ്പ് ഞാൻ ഫസ്റ്റ് അറ്റംപ്റ്റ് ക്ലിയർഡ് ആയിരുന്നു. പിന്നെ ഞാൻ അപ്പോൾ തന്നെ ആർട്ടിക്കിൾഷിപ്പിന് ജോയിൻ ചെയ്തു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കൊക്കെ എനിക്ക് അങ്ങനെ കാര്യമായിട്ട് സെക്കൻഡ് ഗ്രൂപ്പിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതിന് ശേഷം അപ്പോൾ ഈ ആർട്ടിക്കിൾഷിപ്പിൻ്റെ ഇടയ്ക്കൊക്കെ ഞാൻ അറ്റംപ്റ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ കുറേ നാൾക്ക് ആർട്ടിക്കിൾഷിപ്പ് കഴിഞ്ഞിട്ടും 1 ഇയർ കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഞാൻ ഇവിടെ ഈഗിൾസ് വന്നിട്ടാണ് പാസ്സായത്. അപ്പോൾ എനിക്കതൊരു ഭയങ്കര ഒരു അച്ചീവ്മെൻ്റാണ്. ഇവിടെ വന്നതിന് ശേഷം അതുകൊണ്ട് ഇവിടുന്ന് റിസൾട്ട് വന്നതിന് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി നാൾക്ക് ശേഷമാണ് പാസ്സാവാൻ പറ്റുന്നത്. ചിട്ടയായിട്ട് പഠിച്ചാൽ മാത്രമേ പാസ്സാവുകയുള്ളൂ. അപ്പോൾ നമ്മൾ ഇല്ല, അങ്ങനെ ഇപ്പോൾ ഒരു 3 months 4 months നമ്മൾ കഷ്ടപ്പെട്ട് അതിനുള്ള റിസൾട്ട് നമുക്ക് കിട്ടുമെങ്കിൽ പിന്നെ അതൊരു ബുദ്ധിമുട്ടായിട്ട് കാണേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഈ CA എന്ന് പറഞ്ഞ കോഴ്സേ നമ്മൾ കുറച്ച് ഇങ്ങനെ ഇരുന്ന് പഠിച്ചാൽ കിട്ടുന്ന കോഴ്സല്ല. അത് നമ്മൾ BCom പോലെ വെറുതെ തലേന്ന് പഠിച്ചിട്ട് എക്സാം എഴുതി പാസ്സാവില്ല ആരും. അപ്പോൾ ഒന്നെങ്കിൽ സ്വയമായിട്ട് എഫേർട്ട് എടുക്കാൻ പറ്റുന്ന കുട്ടികളാവണം. വീട്ടിലാണെങ്കിലും ഫുൾ ടൈം ഒരു ഡിസ്ട്രാക്ഷനും ഇല്ലാതെ പഠിക്കാൻ പറ്റുന്ന കുട്ടികളാവണം. അല്ലാത്തവർക്ക് ഏറ്റവും ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഇതേപോലെയുള്ള റെസിഡൻഷ്യൽ ക്യാമ്പിൽ എസ്പെഷ്യലി ഈഗിൾസ് നന്നായിട്ടാണ് തോന്നിയത്. എനിക്ക് പേഴ്സണലി നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ ഈ മോളെ പറഞ്ഞ പോലെ ആർട്ടിക്കിൾഷിപ്പ് കഴിഞ്ഞിട്ട് ഒത്തിരി അറ്റംപ്റ്റ് നടത്തിയിട്ടും പാസ് ഔട്ട് ആകാതെ വന്നപ്പോൾ ഞങ്ങളെ പേരൻസിൻ്റെ ഭാഗത്ത് നിന്ന് എനിക്കിപ്പോൾ ഒത്തിരി ടെൻഷനിലായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ഈഗിൾസിനെ കുറിച്ച് എൻ്റെ ടീച്ചേഴ്സിൻ്റെ കയ്യിൽ നിന്ന് എനിക്കൊരു ഫീഡ്ബാക്ക് കിട്ടി. അതോടൊപ്പം മോളുടെ ഫ്രണ്ട്സിൽ നിന്നും ഒരു ഫീഡ്ബാക്ക് കിട്ടി. അപ്പം നല്ലൊരു ഫീഡ്ബാക്കാണ് ഈഗിൾസിനെ കുറിച്ച് കിട്ടിയത്. അപ്പം ഞങ്ങൾ വേറെ ഒന്നിനെക്കുറിച്ചും ചിന്തിച്ചില്ല. ഇത്തിരി സ്ട്രിക്റ്റാന്നൊക്കെ ഇവൾ പറഞ്ഞിരുന്നെങ്കിൽ അപ്പം ഞങ്ങൾ അതിനെക്കുറിച്ച് വറീഡല്ലായിരുന്നു. അപ്പം അങ്ങനെയുള്ളൊരു സ്ഥാപനത്തിൽ ചെന്ന് കഴിഞ്ഞാൽ നല്ലതായിരിക്കും ഓർത്ത് ഇവിടെ കൊണ്ടാക്കി. പക്ഷേ ഞാൻ ആത്മാർത്ഥമായിട്ട് പറയുകയാണെങ്കിൽ ഇവിടെ കൊണ്ടാക്കിയിട്ട് ഞങ്ങൾ റിസൾട്ട് വരെ ഞങ്ങൾ ടെൻഷൻ ഫ്രീ ആയിരുന്നു. മോള് വളരെ കൃത്യമായിട്ട് ഇവിടുന്ന് എക്സാമിൻ്റെ റിസൾട്ടൊക്കെ ഇവർ ഓൺലൈനിൽ ഇടുമ്പോഴും ഞങ്ങൾക്ക് നന്നായിട്ട് മോണിറ്റർ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു വീട്ടിൽ നിന്ന്. പിന്നെ ലീവ് ആണെങ്കിലും വളരെ കുറച്ച് മാത്രമേ ഇവിടുന്ന് കൊടുക്കുന്നുള്ളായിരുന്നു. കാരണം വളരെ ചിട്ടയായിട്ട് കുട്ടികളെ ഇവർ നോക്കി എന്നുള്ളതിന് 100% ആ റിസൾട്ട് അവർക്ക് അതിന് അർഹരാണ് അവർ ഈഗിൾസ്. 100% വിജയപ്രദമായിരുന്നു. അതിനേക്കാൾ ഉപരി ഞങ്ങൾ ഇവളുടെ എക്സാമിന് ഒരു 2-3 വീക്സ് മുമ്പ് ഇവിടെ വന്നിരുന്നു. ഇൻസ്റ്റിറ്റ്യൂഷനിൽ വന്നപ്പോൾ ഇവളുടെ എൻ്റെ കുട്ടിയുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സാം എടുക്കുമ്പോൾ വളരെയധികം ടെൻഷനായിട്ട് പഠിച്ചത് മുഴുവൻ നഷ്ടപ്പെടും എന്നുള്ളൊരവസ്ഥയിൽ. അപ്പം ഞാൻ ഇവിടെ ഓൾറെഡി ഇവർ മോട്ടിവേഷൻ ക്ലാസ് കൊടുക്കുമായിരുന്നു. പക്ഷേ ഞാൻ ഇവിടെ വന്ന് മാനേജ്മെൻറ്റിനോട് നേരിട്ട് പറഞ്ഞു, എൻ്റെ മോൾക്ക് ഇൻഡിവിജ്വലി ഒരു മോട്ടിവേഷൻ ക്ലാസ് കൊടുക്കണം, അല്ലെങ്കിൽ ആ കുട്ടിക്ക് കയറാൻ പറ്റില്ല, ഇപ്രാവശ്യം എങ്ങനെയെങ്കിലും. അപ്പം അവർ വളരെ സന്തോഷത്തോടെ സ്റ്റാഫും അവിടുത്തെ മാനേജ്മെൻറ്റും വളരെ സന്തോഷത്തോടെ മോൾക്ക് പ്രത്യേകം വിളിച്ച് മോട്ടിവേഷൻ ക്ലാസ് കൊടുത്തിരുന്നു. ലത്തീഫ് സാറിൻ്റെ പേര് ഞാൻ ഓർത്തില്ല, ലത്തീഫ് സാറാണത് കൊടുത്തത്. അപ്പോൾ അവർ കാണിച്ച ആ ഒരു എഫേർട്ട് എൻ്റെ മോളുടെ ജീവിതത്തിൽ വളരെ പോസിറ്റീവായിട്ട് സംഭവിച്ചു എന്ന് തന്നെയാണ്. ഞാൻ ഒത്തിരിയേറെ നന്ദി അതിന് പ്രകടിപ്പിക്കാം. ഈഗിൾസിലേക്ക് വന്നാൽ നമുക്ക് ഒരു കാര്യം ഉറപ്പിച്ച് പറയാൻ പറ്റും, നമുക്ക് കുറേ നേരം ഇരുന്ന് പഠിക്കാൻ പറ്റും, നന്നായിട്ട് ഫോക്കസ്ഡ് ആയിട്ട് പഠിക്കാൻ പറ്റും. അവർ ഡെയിലി എക്സാംസ് നമുക്കൊരു ഇതുണ്ടാവും, ഒരു ടൈം ടേബിൾ നടക്കുന്നുണ്ടാവും. ആ ടൈം ടേബിൾ അനുസരിച്ച് പഠിച്ച് നമുക്ക് പോർഷൻസ് കവർ ചെയ്യാൻ പറ്റും. എക്സാംസ് നടക്കുന്നുണ്ടാവും, അതിന് റാങ്ക് ലിസ്റ്റ് വരും. അപ്പോൾ അതനുസരിച്ച് നമുക്ക് ഒന്ന് ഇമ്പ്രൂവ് ആകാനുള്ള ഒരു മെൻറ്ററിങ്ങും നമുക്ക് കിട്ടും. അപ്പം നമ്മുടെ ഇപ്പോൾ ഉള്ള ലെവലിനേക്കാൾ എന്തായാലും ഇമ്പ്രൂവ് ആകും, പാസ്സാകാൻ ചാൻസ് കൂടുതലാണ്. മോസ്റ്റ്ലി പാസ്സാവും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഞാൻ പേരൻസ് എന്ന നിലയിൽ ഞാൻ ആരെന്നോട് ചോദിച്ചാലും ഞാൻ ആദ്യം പറയുന്ന പേര് ഈഗിൾസ് ആയിരിക്കും. കാരണം ഞങ്ങൾ 100% ഞങ്ങൾ സാറ്റിസ്ഫൈഡ് ആണ് പേരൻസ്. ഈഗിൾസിൻ്റെ വിജയം അവിടുത്തെ സ്റ്റാഫും ഫാക്കൽറ്റീസും മെൻറ്റേഴ്സും തന്നെയാണ് അവിടുത്തെ വിജയം. പിന്നെ 12 മണിക്കൂർ വരെയുള്ള പഠനം, അതുപോലെ റെസിഡൻഷ്യൽ ക്യാമ്പസ്, അത് തന്നെയാണ് മെയിനായിട്ടുള്ള വിജയം. വേറെ എവിടെയും കിട്ടാത്ത ഫെസിലിറ്റീസ് നമുക്കിവിടെ കിട്ടും. അത് വലിയൊരു വിജയം തന്നെയാണ്. അതുകൊണ്ടാണ് ഇത്രയും പാസ് പെർസെൻറ്റേജും കൂടുതൽ. ട്രാക്ക് റെക്കോർഡും കാര്യങ്ങളും എല്ലാം വളരെ എഫക്റ്റീവാണ്. സ്ട്രിക്റ്റ് ആണ്, പക്ഷേ സ്ട്രിക്റ്റ് ആവണം. CA ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ലേ,
അപ്പം ഫോണില്ലാത്തതും എല്ലാം സ്ട്രിക്റ്റ് തന്നെയാണ്. പക്ഷെ നമ്മളതെല്ലാം അക്സെപ്റ്റ് ചെയ്തിട്ട് തന്നെയാണ് വരുന്നത്. അപ്പോൾ അതൊക്കെ തന്നെയാണ് വിജയത്തിന് കാരണം. നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് കണ്ടത്. അത് അവൾ ആ എഫേർട്ട് എടുക്കുകയും ചെയ്തു, പാസ്സാവുകയും ചെയ്തു. ഇവരുടെ ഫാക്കൽറ്റീസിൻ്റെ ബെനിഫിറ്റ്സ് തന്നെയാണ് ഇതിൻ്റെ വിജയം. ഇവരുടെ സ്റ്റഡി മെറ്റീരിയൽസ് ആണെങ്കിലും ട്രാക്ക് റെക്കോർഡാണെങ്കിലും എക്സാംസ്, ഓൾട്ടർനേറ്റ് ഡേയ്സിൽ എക്സാംസ് ഉണ്ടാവും, അതിൻ്റെ ഇവാലുവേഷൻ, ഇതൊക്കെ കൊണ്ടാണ് ഇവർ ഇത്രയും നല്ലൊരു റിസൾട്ട് കിട്ടുന്നത്. പ്രത്യേകതയില്ല, അങ്ങനെയാണ് ആവശ്യം, അതാണ് ആവശ്യമാണ്. പിന്നെ ഞങ്ങൾ ഈ കുട്ടിയെ സോഫിയയെ ചേർക്കുന്ന സമയത്ത് കേരളത്തിന് അങ്ങോളം ഇങ്ങോളം ഒരു അന്വേഷണം നടത്തി ഏറ്റവും നല്ല ഇൻസ്റ്റിറ്റ്യൂഷൻ തിരഞ്ഞെടുക്കണം എന്നായിരുന്നു. അപ്പോഴാണ് നമ്മൾ ഈ മലപ്പുറം ജില്ലയിലെ കൊച്ചു പട്ടണത്തിൽ വളാഞ്ചേരിയിൽ ഈഗിൾസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് എന്നുള്ള CAക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റിയൊരു സ്ഥാപനം തുടങ്ങിയിട്ടുണ്ട് എന്ന് കേട്ടത്. അങ്ങനെ 1-2 വർഷം കഴിഞ്ഞപ്പോൾ അതിൻ്റെ റിസൾട്ട് വരാൻ തുടങ്ങി. അതിൽ ഗ്രൂപ്പ് 1 ആദ്യമേ പാസ്സായി, ഇപ്പോൾ ഗ്രൂപ്പ് 2 ഇൻ്റർ പാസ്സായ സന്തോഷത്തിലാണ് ഞങ്ങൾ. അപ്പോൾ ഞങ്ങൾക്കുള്ള ഇപ്പോഴത്തെ ഏറ്റവും വലിയ സന്തോഷം എന്താ വെച്ചാൽ, ഞങ്ങളുടെ ആദ്യത്തെ ആ തീരുമാനം ഒരു ചാർട്ടേഡ് അക്കൗണ്ട് പഠിക്കാൻ കുട്ടിയെ കൊണ്ടുവരുമ്പോൾ തിരഞ്ഞെടുക്കലാണല്ലോ ഇൻസ്റ്റിറ്റ്യൂഷനെ. ആ തിരഞ്ഞെടുത്തത് ഈഗിൾസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആയി, അത് തെറ്റായില്ല എന്നുള്ളൊരു നിഗമനം ഞങ്ങൾക്കിപ്പോൾ ഉണ്ട്. ഒരു അനുഗ്രഹമായി എന്നും ഞങ്ങളുടെ തീരുമാനം, എൻ്റെ മകൾ അമലിൻ്റെയും ഞങ്ങളുടെ തീരുമാനം, എൻ്റെ പേരക്കുട്ടിയെ പഠിപ്പിക്കാൻ ഈഗിൾസ് തിരഞ്ഞെടുത്തത് വളരെ സന്തോഷമായി. ഞങ്ങൾ ആ തീരുമാനം ശരിയാണ് എന്ന് ഞങ്ങളിപ്പോൾ ഉറപ്പിച്ച് പറയും. അടുത്തത് ആർട്ടിക്കിൾഷിപ്പാണ്. അപ്പം വേക്കൻസി തപ്പിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യണം. ഇവിടെ കുറേ സ്ട്രിക്റ്റ് ആണെന്ന് പറഞ്ഞല്ലോ, അപ്പോൾ അതെല്ലാം അക്സെപ്റ്റ് ചെയ്ത് പഠിക്കാൻ വേണ്ടി തന്നെ വരണം. വേറെ പരിപാടികളൊന്നുമില്ല. ആദ്യം നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും, പിന്നെ അത് യൂസ്ഡ് ആയിക്കോളും. നല്ലൊരു ഓപ്ഷനാണ്. തിരഞ്ഞെടുക്കുകയാണെങ്കിൽ നമ്മൾ ഏറ്റവും മാക്സിമം നമ്മുടെ എഫേർട്ട് ഇടുകയാണെങ്കിൽ അവരതിനൊപ്പം നമ്മളെ കൂടെ നിന്നിട്ട് നമ്മൾക്ക് ബെറ്റർ റിസൾട്ട് തരും എന്നുള്ളതാണ്. ഈഗിൾസിൽ വന്ന ശേഷം നല്ല പ്രോഗ്രസ് ഉണ്ട് അവർക്ക്. നല്ല അവരുടെ കോച്ചിങ്ങും കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായിട്ടുണ്ട്. അവരുടെ ഭാഗത്തുള്ള കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ കുട്ടികൾക്ക് തുടക്കത്തിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും, കാരണം അവർ പഠിത്തത്തിൻ്റെ രീതി മാറുകയാണ് ഇവിടെ വരുമ്പോൾ. അപ്പോൾ അങ്ങനെ ഉള്ള ബുദ്ധിമുട്ട് അവർക്കുണ്ടെങ്കിലും പിന്നീട് നല്ല റിസൾട്ട് കിട്ടുന്നതുകൊണ്ട് അവർ ആ ബുദ്ധിമുട്ട് പിന്നീട് സന്തോഷമായിട്ട് തീരും. എല്ലാവരും സപ്പോർട്ട് ഉണ്ടായിരുന്നു. നമ്മൾ വീക്കായിരുന്ന ടൈമിലൊക്കെ എല്ലാവരും നമുക്ക് സപ്പോർട്ടായിട്ട് നിന്നിരുന്നു. പിന്നെ പാരൻസും എല്ലാവരും നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു. നമുക്ക് കുറേ ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു അവിടെ. അതൊക്കെ അഭിമുഖീകരിച്ച് ഇപ്പം നമ്മൾ പാസ്സാവണം എന്നുള്ള രീതിയിൽ നമുക്കതൊന്നും പ്രത്യേകിച്ചൊരു വിഷയമായിരുന്നില്ല. പിന്നെ ഒരുപാട് പോർഷൻസ് നമുക്ക് പഠിക്കാനുണ്ടായിരുന്നു. അപ്പോൾ പഠിക്കാനിരുന്നില്ലെങ്കിൽ പഠിക്കാണ്ട് തീരില്ല അത്. അപ്പോൾ നമുക്കത് അത്ര വലിയൊരു പ്രഷറൊന്നും ഉണ്ടായിരുന്നില്ല. നമുക്ക് പാസ്സാവണം എന്നുള്ളൊരു എയിം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ നമ്മൾ കഷ്ടപ്പെട്ട് എങ്ങനെയൊക്കെയോ പഠിച്ച്. ഫോണില്ലാത്തത് ആദ്യമൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയിരുന്നില്ല. അങ്ങനെ രാത്രി ഉറങ്ങുമ്പോഴൊക്കെ എപ്പോഴും നമ്മുടെ കയ്യിൽ ഫോൺ ഉണ്ടായിട്ട് പെട്ടെന്ന് ഫോണില്ലാണ്ടാകുമ്പോൾ ഒന്നും നോക്കാനും ഇല്ല, ഒന്നും ഇല്ലാത്തൊരവസ്ഥ. പക്ഷെ കുറച്ച് കഴിഞ്ഞ് നമ്മളതിലേക്ക് അങ്ങോട്ട് അഡ്ജസ്റ്റ് ആയി. പിന്നെ ഫോണില്ലാത്തതും നമ്മളെ ബാധിക്കുന്ന ഒരു വിഷയമേ അല്ലാത്ത പോലെ നമുക്ക് തോന്നി. പിന്നെ ഫോണിൻ്റെ ആവശ്യമില്ല, നമുക്ക് ഫ്രണ്ട്സ് ഉണ്ട്. പിന്നെ വിളിക്കാൻ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് വീട്ടിലേക്ക് ഓരോ ഡെയിലി നമുക്ക് വീട്ടിലേക്ക് വിളിക്കാൻ അരമണിക്കൂർ സമയമുണ്ട്. അന്നേരം നമ്മൾ വീട്ടിൽ വിളിച്ച് എല്ലാ കാര്യങ്ങളും സംസാരിക്കും. അങ്ങനെ ഫോണില്ലാത്തൊരു ബുദ്ധിമുട്ടൊന്നും എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല. അല്ല, അവരുടെ കഠിനാധ്വാനം, അവർ നന്നായി ഈ സ്റ്റുഡൻസിന് വേണ്ടി അവർ നന്നായി വർക്ക് ചെയ്യുന്നുണ്ട്. അവരുടെ വർക്കിൻ്റെയും സ്റ്റുഡൻസിൻ്റെ ഭാഗത്തു നിന്നുള്ള അവരുടെ എഫേർട്ടും എല്ലാം ചേർന്നാണ് ഈഗിൾസിൻ്റെ വിജയം. അല്ല, ഈഗിൾസിലേക്ക് വരാൻ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന കുട്ടികൾക്ക് ഈഗിൾസിൽ വരാം. അവർക്ക് ഇത് വേണം എന്ന് തോന്നുന്ന കുട്ടികൾക്ക്, അല്ലാണ്ട് വെറുതെ വന്ന് പഠിച്ചു പോകുന്നവർക്ക് വേണ്ടി ഈഗിൾസിൽ വന്നിട്ട് കാര്യമില്ല. പഠിക്കണമെന്ന ആഗ്രഹത്തോടെ വരുന്നവർക്ക് ഈഗിൾസിൽ വരാം. ഉറച്ച വിശ്വാസം, പഠിക്കും എന്നുള്ള ഒരു ഉറച്ച വിശ്വാസം ഉണ്ടെങ്കിൽ ഈഗിൾസ് സെലക്ട് ചെയ്യാം. അവിടെ പോയിട്ട് കളിച്ചടക്കാൻ ഓൾറെഡി പറ്റില്ല ഈഗിൾസിൽ. പക്ഷെ എന്നാലും അത്രയും പ്രഷറൊക്കെ സഹിച്ച് നമുക്ക് പഠിക്കണം, ആ ഒരു എയിം നമുക്ക് ഫുൾഫിൽ ചെയ്യണം എന്ന ആഗ്രഹമുള്ളവർക്ക് ഈഗിൾസ് എന്തായാലും നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. സന്തോഷമുണ്ട്. ഈഗിൾസിനോടാണ് എല്ലാം നന്ദിയും. നമ്മൾ കഷ്ടപ്പെടുന്ന സമയത്തൊക്കെ ഈഗിൾസ് നമ്മളൊപ്പം കൂടെ നിന്നിട്ടേ ഉള്ളൂ. ഇപ്പോൾ 2 അറ്റംപ്റ്റായി ഞാൻ ഈഗിൾസിൽ 2 അറ്റംപ്റ്റും ഫസ്റ്റ് ഗ്രൂപ്പും കിട്ടി, സെക്കൻഡ് ഗ്രൂപ്പും പാസ് ഔട്ടായി. സന്തോഷമുണ്ട്. ഈഗിൾസിലെ നമ്മുടെ മെൻറ്റേഴ്സും സാറുമാരൊക്കെ ഫുൾ സപ്പോർട്ടാണ്. നമുക്ക് നമ്മുടെ പേഴ്സണൽ കാര്യങ്ങൾ അവരോട് തുറന്ന് സംസാരിക്കാം. അവർ ലാസ്റ്റ് വരെ നമ്മളൊപ്പം തന്നെ ഉണ്ടായിരുന്നു. ആ ഒരു ബലത്തിലാണ് ഞങ്ങളൊക്കെ പാസ്സായത്. ആദ്യമൊക്കെ കുറച്ച് കുഴപ്പമുണ്ടായിരുന്നു, പിന്നെ ഇപ്പോൾ അത് ശീലമായി. വീട്ടിലായാലും അതൊരു കണക്കിന് നല്ലതാണെന്ന് തോന്നുന്നു. കുറച്ചും കൂടി സോഷ്യലൈസ് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ മൊബൈൽ ഇല്ലാത്തതുകൊണ്ട് ഒരുപാട് സമയം ബുക്സിലേക്ക് തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റി. അതുകൊണ്ട് തന്നെ കുറേ പഠിപ്പ് നടന്നു, പാസ്സായി. അങ്ങനെ സത്യം തന്നെയാണ്. ഈഗിൾസിലായതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈഗിൾസിലായതുകൊണ്ട് തന്നെയാണ് ജയിച്ചത്. വേറെ അടുത്ത് പോയിട്ടുണ്ടെങ്കിൽ ഞാൻ ജയിക്കട്ടിയില്ലായിരുന്നു.
അത്രയ്ക്ക് ഞങ്ങളുടെ കൂടെ തന്നെ ഇവരും കുറേ കഷ്ടപ്പെടുന്നുണ്ട്. ഞങ്ങൾ രാത്രി ഉറക്കമൊഴിക്കുന്നതിനനുസരിച്ച് ഇവരും നമ്മുടെ കൂടെ തന്നെ ഇരുന്ന് അവരെ ഉറക്കം കളഞ്ഞിട്ട് തന്നെയാണ് അങ്ങനെ തന്നെയാണ് ഇത്രയും നല്ലൊരു റിസൾട്ട് ഈഗിൾസിന് കിട്ടിയത്. നമുക്ക് തുടക്കത്തിലൊക്കെ ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും. പിന്നെ നമ്മുടെ എല്ലാവരും ഒപ്പം ഇരുന്ന് പഠിക്കുന്നത് കാണുമ്പോൾ നമുക്കും പഠിക്കാനൊരു ആഗ്രഹവും അങ്ങനെ പിന്നെ സാറുമാരുടെ മോട്ടിവേഷനും പിന്നെ പാസ്സാവണമെന്നൊരു ആഗ്രഹം ഇവർ നമ്മുടെ ഉള്ളിൽ കിട്ടി വരും. ആ ഒരു ആഗ്രഹത്തിന് മേലിൽ അങ്ങ് പഠിച്ചോളും നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട്, പിന്നെ എന്തും ചെയ്തോളും. അതെ, ഞങ്ങൾക്കൊരു പ്രശ്നം വന്ന് ഞങ്ങളൊന്ന് തളർന്നു പോകുമ്പോഴും കൈ പിടിച്ച് കൂടെ ഇവർ ഉണ്ടാവും. ആ ഒരു ബലത്തിൽ തന്നെയാണ് ഞങ്ങളും പഠിച്ച് എത്തിയത്. എനിക്ക് പറയാനുള്ളത് ഒന്നും നോക്കണ്ട, പഠിച്ച് പാസ്സാവാനാണ് ആഗ്രഹം, നേരെ ഈഗിൾസിൽ പോരാ, വേറൊന്നുമില്ല. അത് ഞാൻ കഷ്ടപ്പെടാൻ തയ്യാറാണെങ്കിൽ ഈഗിൾസും കൂടെ നിൽക്കും. പാസ്സാവണമെങ്കിൽ സുഖജീവിതം ഒന്നും ആവൂല, ഫോൺ ഉണ്ടാവില്ല, ഫുൾ ടൈം ഇരുന്ന് പഠിക്കേണ്ടി വരും. പക്ഷെ നമുക്ക് പാസ്സാവാൻ ആഗ്രഹം എന്നുണ്ടെങ്കിൽ ഈഗിൾസ് ബെസ്റ്റ് ഓപ്ഷനാണ്. അതെ, ആ ആഗ്രഹം ഉള്ളിലുണ്ടെങ്കിൽ ഈഗിൾസ് ഇസ് ദ ബെസ്റ്റ് ചോയ്സ്. ഈ സ്ട്രിക്റ്റ് ഒക്കെ ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഇന്ന് ഇവിടെ നിൽക്കണേ. അല്ലെങ്കിൽ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് നമ്മൾ കളിച്ച് നടക്കുന്നതല്ലാതെ ഇവരിങ്ങനെ ആദ്യമൊക്കെ നമ്മളൊന്ന് ഇരുത്തി പഠിപ്പിക്കും. ആ ഒരു ഇരുത്തത്തിൻ്റെ ലാസ്റ്റ് വരെ നമ്മൾ പിടിച്ചു നിൽക്കുന്നത്. എൻ്റെ പേര് അനസ് തൈപ്പറമ്പിൽ എന്നാണ്. മൂവാറ്റുപുഴയാണ് വീട്. മകനാണ് ഈഗിൾസിലുണ്ടായിരുന്നത്. ഇവിടെ ഒരു 4 വർഷത്തെ പരിചയമുണ്ട്. കാരണം എൻ്റെ ഒരു കസിൻ്റെ കുട്ടി വന്ന് അഡ്മിഷൻ എടുക്കുന്ന സമയം മുതലൊരു പരിചയമാണ്. ആ സമയം മുതൽ ലത്തീഫ് സാറിൻ്റെയൊക്കെ എഫേർട്ട് അല്ലെങ്കിൽ ഇവരുടെ റിസൾട്ട് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ നൽകിയിരുന്നതാണ്. അതുകൊണ്ടാണ് മോനെ ഞാൻ ഇങ്ങോട്ട് സജസ്റ്റ് ചെയ്തത്. വളരെ ഹാപ്പിയാണ്. ഇന്ത്യൻ്റെ ഫസ്റ്റ് ഗ്രൂപ്പാണ് അവൻ ചെയ്തത്. ഈ തവണ ഞാൻ പ്രതീക്ഷിച്ചിരുന്നു, കാരണം അത്രയ്ക്ക് ഹാർഡ് വർക്കും ഇട്ടിരുന്നു ഈ എഫേർട്ട്. അതൊക്കെ ഒരു 1-2 ആഴ്ച ഒരു ബുദ്ധിമുട്ടുണ്ടായി. പിന്നീട് ആ ലൈഫ് സ്റ്റൈലിനോട് പൊരുത്തപ്പെട്ടു വന്നു. പിന്നെ ഓക്കെ ആയി, അങ്ങനെ ആ ഒരു ലെവലിലേക്ക് എത്തി. എല്ലാവരും ഭയങ്കര നമ്മളോട് എന്താ പറയുക, ഭയങ്കര സപ്പോർട്ടീവും മോട്ടിവേഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ എല്ലാവർക്കും അവരുടേതായ ലെവൽ സ്കില്ലൊക്കെ അപ്ലിഫ്റ്റ് ചെയ്യുന്ന രീതിയിൽ ഉള്ള പ്രവർത്തനങ്ങൾ എല്ലാവരും കാഴ്ചവെച്ചു. അപ്പോൾ ഈഗിൾസിലുള്ള എല്ലാവരും എന്ന് പറഞ്ഞാൽ ഒരാൾ മാത്രമല്ലല്ലോ പഠിക്കുന്നത്, എല്ലാവരും ഇങ്ങനെ ഒരുമിച്ച് പഠിക്കുന്ന കാരണം അപ്പോൾ സെൽഫ് എൻകറേജ്മെൻ്റാണ് ഇങ്ങനെ പഠിക്കാൻ. അപ്പോൾ അതിനനുസരിച്ച് ഇങ്ങനെ എല്ലാവരും ഒരുമിച്ച് ഇങ്ങനെ പഠിച്ചു പോയി. ഒരുപാട് കുട്ടികളുണ്ട് ഇവിടെ. 10-20ഓളം കുട്ടികൾ ഇവിടെ പഠിക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും ഈ ഈഗിൾസിൻ്റെ റിസൾട്ട് കൊണ്ടുള്ള മൗത്ത് പബ്ലിസിറ്റിയാണ്. പേരൻസിൽ നിന്ന് പരസ്പരം പേരൻസ് ഡിസ്കസ് ചെയ്ത് അറിയുന്നില്ല. ഞാൻ എൻ്റെ ഗ്രൂപ്പിൽ തന്നെ 3-4 കുട്ടികൾ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്നുള്ള റിസൾട്ട് നല്ല റിസൾട്ടാണ് വരുന്നത്. പിന്നെ ഇവരുടെ എല്ലാവരുടെയും ഈ കുട്ടികളുടെ കാര്യത്തിലുള്ള ശ്രദ്ധ എല്ലാം ഈഗിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേക ഒരു ബ്രാൻഡായി കേരളത്തിൽ മുഴുവൻ അറിയപ്പെടുന്നുണ്ട്. ഞങ്ങളെല്ലാവരും അക്കാര്യത്തിൽ സന്തോഷത്തിലുമാണ്. അത് സ്വാഭാവികമായിട്ടും നമ്മൾ ഈ ക്യാമ്പസിൽ വന്നു കഴിയുമ്പോൾ അത് മനസ്സിലാവും അതിൻ്റെ വ്യത്യസ്തത എന്താണ്, CA നമ്മുടെ കോഴ്സിൻ്റെ പ്രത്യേകത എന്താണ്, അതനുസരിച്ച് എന്തെല്ലാം ഡിസിപ്ലിനാണ് കുട്ടികൾ പാലിക്കേണ്ടത്, പേരൻസ് പുലർത്തേണ്ടതെന്ന് ഇവിടെ വന്നു കഴിയുമ്പോൾ തീർച്ചയായിട്ടും മനസ്സിലാവും. അപ്പോൾ അതുകൊണ്ടാണ് ഒരുപക്ഷെ ഓൾ ഇന്ത്യ ലെവലിൽ 17% റിസൾട്ടുള്ള സമയത്ത് ഈഗിൾസിന് 55-60% റിസൾട്ട് ഉണ്ടാക്കാൻ കഴിയുന്നത്. ആ വലിയ റിസൾട്ടിന് ഞങ്ങൾ എല്ലാവരും ഹാപ്പിയാണ്. കാരണം നമ്മുടെ ഒപ്പമുള്ള എൻ്റെ മകൻ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു വിട്ടവരെല്ലാം പാസ്സാവുന്നു, റിസൾട്ട് ഉണ്ടാക്കുന്നു. എത്ര സ്ട്രിക്റ്റായിട്ട് മാനേജ്മെൻറ്റ് ഇടപെട്ടാലും അവർ റിസൾട്ട് ഉണ്ടാക്കി പേരൻസ് നൽകുന്നു. കുട്ടികളും ഹാപ്പിയാണ്, പേരൻസും ഹാപ്പിയാണ്. തീർച്ചയായിട്ടും തിരഞ്ഞെടുപ്പ് കുട്ടികളുടെ ജീവിതത്തിലൊരു പ്രധാന നാഴികക്കല്ലാണ് ഈ CAക്ക് വേണ്ടിയുള്ള തിരഞ്ഞെടുപ്പ്. ആ തിരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് നമ്മൾ വളരെ ആലോചിച്ചാണ് ഇത്തരം തീരുമാനങ്ങൾ എത്തുന്നത്. ഈ തീരുമാനങ്ങൾ എടുക്കുന്ന സമയത്ത് എന്തുകൊണ്ട് ഈഗിൾസ് എന്ന് ഇപ്പോഴത്തെ ഈ പേരൻസിൻ്റെ റിവ്യൂകളിൽ നിന്നും അല്ലെങ്കിൽ ഈ റിസൾട്ടുകളിൽ നിന്നും സ്വാഭാവികമായിട്ടും മനസ്സിലാക്കാം. അത് ആ ഒറ്റ കാരണം കൊണ്ട് തന്നെ ഈ ആത്മാർത്ഥതയും അർപ്പണബോധമുള്ള ഫാക്കൽറ്റീസ്, മാനേജ്മെൻറ്റ്, ലത്തീഫ് സാറിനൊക്കെ എടുത്തു പറയേണ്ടതുണ്ട്. ഓരോ കുട്ടിയുടെയും ഓരോ ചെറിയ കാര്യങ്ങളിൽ പോലും ഇടപെട്ട് വീട്ടിലേക്ക് പേരൻസിനെയൊക്കെ വിളിച്ചറിയിച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യും. ചെറിയ എന്തെങ്കിലും ഡിമോട്ടിവേഷൻ ഉണ്ടെങ്കിൽ അപ്പോൾ തന്നെ വിളിച്ചു പറയും എന്താണ് ചെയ്യേണ്ടത്, എന്താ മോട്ടിവേഷൻ നൽകേണ്ടത്, ഇതെല്ലാം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് മനസ്സിലാക്കിക്കൊണ്ട് സ്വാഭാവികമായിട്ടും പുതിയ പേരൻസ് ഈഗിൾസിനെ തന്നെ തിരഞ്ഞെടുക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. തീർച്ചയായിട്ടും ഈഗിൾസ് കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ട് ഓപ്റ്റ് ചെയ്ത് CAയിലേക്ക് വരാൻ താല്പര്യമുള്ളവർക്ക്, ഈ പ്രൊഫഷണൽ ഡിഗ്രി കോഴ്സിലേക്ക് വരാൻ താല്പര്യമുള്ളവർക്ക് ഈഗിൾസിനെ ഞാൻ കംപ്ലീറ്റ്ലി സജസ്റ്റ് ചെയ്യുന്നു. കാരണം ഇത്തരത്തിലുള്ളൊരു ചുറ്റുപാട്, ഈ ലൈഫ് സ്റ്റൈല് പുതിയൊരു എക്സ്പീരിയൻസ് ആണ്. ഇതും നമ്മുടെ ഫ്യൂച്ചറിൽ കരിയറിലെ പുതിയൊരു വേറിട്ടൊരു ഇതാണല്ലോ. സൂപ്പർ, ഈഗിൾസ് അടിപൊളിയാണ്, പ്രശ്നമൊന്നുമില്ല, സൂപ്പറാണ്. കുറച്ച് സ്ട്രിക്റ്റ് ആണ്, പക്ഷേ നമ്മളെ നല്ലതിന് വേണ്ടിയിട്ടാണ്, അല്ലാണ്ട് സൂപ്പർ. ഓവറോൾ ഹാപ്പിയാണ്, വളരെ ഹാപ്പിയാണ്. വന്ന കാരണമാണ് പാസ്സായത്, അല്ലെങ്കിൽ ചിലപ്പോൾ പാസ്സാവില്ലായിരുന്നു. അത്രയും കോൺഫിഡൻസ് ആണ് ഈഗിൾസിൽ വന്ന പാസ്സാവുന്നത്. ഈഗിൾസ് കാരണമാണ് ഇപ്പോൾ ഫസ്റ്റ് പാസ്സായത്. അൽഹംദുലില്ലാ, വളരെ സന്തോഷമുണ്ട്. ഇപ്പോൾ റിസൾട്ട് വന്നപ്പോൾ ഫസ്റ്റ് ഗ്രൂപ്പ് പാസ്സായി. പിന്നെ ഇവിടെ വന്നുകൊണ്ട് പാസ്സായി എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഞാൻ എൻ്റെ 3ാമത്തെ അറ്റംപ്റ്റാണ്. കഴിഞ്ഞതിലൊന്നും എനിക്ക് നമുക്ക് എക്സാമിന് എങ്ങനെ എഴുതണം, അപ്രോച്ച് ചെയ്യണം എന്നുള്ളൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല. ഇവിടെ വന്നപ്പോൾ അവരുടെ ഗൈഡൻസും കാര്യങ്ങളൊക്കെ കാരണം
ഒരുപാട് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാകാൻ പറ്റി, നല്ല മാർക്കോടെ പാസ്സാകാൻ പറ്റിയിട്ടുണ്ട്. ഈഗിൾസിലെ ഗൈഡൻസ് പ്രോഗ്രാംസൊക്കെ വളരെ നൈസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് എക്സാം എങ്ങനെ ഫേസ് ചെയ്യണം, എക്സാമിനൊക്കെ എങ്ങനെ അറ്റംപ്റ്റ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് മനസ്സിലായി. ഒരുപാട് അറ്റംപ്റ്റ് എടുത്തിട്ട് പാസ്സാവാഞ്ഞിട്ടാണ് പിന്നെ ഈഗിൾസിൽ വന്നിപ്പോൾ പാസ്സായത്. എല്ലാവരോടും നന്ദി പറയുന്നു. ഈഗിൾസിനോട് സ്പെസിഫിക്കലി എടുത്തു പറയുന്നു. അതിൻ്റെ ദൈവങ്ങളോടും നന്ദി പറഞ്ഞുകൊണ്ട് എന്താ ഇങ്ങനത്തെ ഒരു എക്സാമിനാവുമ്പോൾ അങ്ങനെയൊക്കെ പഠിക്കണം. അപ്പോൾ ഇവരൊക്കെ ഭയങ്കര സപ്പോർട്ടായിരുന്നു. എന്താ എക്സാമും കാര്യങ്ങളും പഠിക്കാനൊക്കെ നല്ല സപ്പോർട്ടായിരുന്നു. അത് കാരണം തന്നെയാണ് പാസ്സായത്. വലിയ കാര്യം തന്നെയാണ്, ഇവരുടെ സപ്പോർട്ടൊക്കെ കാരണം തന്നെയാണ് പാസ്സായത്. ഇനി സെക്കൻഡ് ഗ്രൂപ്പ് പ്രിപ്പയർ ചെയ്യണം. ഇവിടേക്ക് തന്നെ വരുന്നത്. അധ്യാപകരൊക്കെ അടിപൊളിയാണ്. ഞാൻ വന്ന 3rd ഡേ ഇവിടുന്ന് തിരിച്ചു പോകാൻ വിചാരിച്ച ഒരാളാണ്. എനിക്കിവിടെ യൂസ്ഡ് ആവാത്തതിനുകൊണ്ട്. പിന്നെ ജംഷിന മാമും ഷാദിയ മാമും എല്ലാവരും പറഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. അന്ന് ഞാൻ തിരിച്ചു പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇന്ന് ഇവിടെ വന്ന് നിൽക്കാൻ കഴിയില്ലായിരുന്നു. ഇപ്പോൾ ഭയങ്കര ഹാപ്പി ആയിട്ട് വന്നിട്ട് എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്. എന്തായാലും ഇൻ്റർവ്യൂ ക്ലിയർ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാൾ ഇവിടേക്ക് വരണം. എന്താ പറയുക, CA എന്ന് പറയുന്നത് നമുക്ക് ചിലപ്പോൾ വീട്ടിലിരുന്ന് പഠിച്ചാൽ സെറ്റ് ആവില്ല. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ മെൻറ്ററിങ്ങും ഇവാലുവേഷനും അങ്ങനത്തെ ഓരോന്ന് വരുമ്പോൾ കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്യാൻ കഴിയും. നമ്മൾ വിചാരിക്കുന്ന പോലെ ഇരിക്കില്ല ചിലപ്പം ഇത് ക്ലിയർ ചെയ്യാൻ എന്താ പറയുക കഴിയുക. തീർച്ചയായിട്ടും ഈഗിൾസ് എന്ന് പറയുന്നത് എല്ലാ മാതാപിതാക്കൾക്കും ഒരു ധൈര്യമാണ് ഈഗിൾസിൽ വന്ന് പഠിക്കുക എന്നുള്ളത്. കാരണം ഇവിടുത്തെ ഗൈഡൻസ്, കോച്ചിങ് അതൊക്കെ ഏറ്റവും നല്ല രീതിയിലാണ് ഞങ്ങൾ കാണുന്നത്. അതിൻ്റെ ഒരു ഫലമാണ് ഇപ്പോൾ ഇവളിവിടെ ജയിച്ച് നിൽക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ പിന്നെ പ്രത്യേകിച്ച് പറയേണ്ടതെന്ന് വെച്ചാൽ നല്ലൊരു അറ്റ്മോസ്ഫിയറാണ് ഇവിടുത്തെ ഹോസ്റ്റലായാലും മറ്റെല്ലാം നല്ലൊരു അറ്റ്മോസ്ഫിയറാണ്. ഏതൊരു അച്ഛനമ്മയ്ക്കും ധൈര്യമായിട്ട് കുട്ടി അവിടെയാണ് എന്നുള്ള ധൈര്യത്തിൽ നമുക്ക് അവിടെ ഇരിക്കാം. അങ്ങനെ ശ്രമിക്കും. മറ്റു പലങ്ങളും ചിലപ്പോൾ അത് ഉണ്ടായെന്ന് വരില്ല. അതാണ് പ്രത്യേകിച്ച് ഞാൻ പറയാൻ കാരണം. എല്ലാം നല്ല രീതിയിലാണ് പോകുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ ലത്തീഫ് സാറിൻ്റെ കോച്ചിങ് ഏറ്റവും നല്ല രീതിയിൽ തന്നെ പോകുന്നു. നമ്മളിപ്പോൾ ഇവിടെ കുറേ ഒരു മെറിറ്റ്സ് ഉണ്ടാവും, ഡിമെറിറ്റ്സ് ഉണ്ടാവും. അപ്പം നമുക്കിപ്പോൾ പാസ്സാവണമെന്ന് വിചാരിച്ച് നമ്മൾ പഠിക്കാനിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഇരിക്കുക. ഇപ്പോൾ ഹാപ്പിയാണ് പാസ്സായാൽ. പിന്നെ ഇവിടെ ഫോൺ അങ്ങനെ നമുക്ക് തരില്ലല്ലോ. അപ്പോൾ ഇപ്പം നമ്മൾ ഇപ്പോൾ വീട്ടിലിരുന്ന് പഠിക്കുകയാണെന്നുണ്ടെങ്കിലും നമുക്ക് കുറച്ച് നേരം ഇരുന്ന് പഠിക്കുമ്പോൾ നമ്മൾ പിന്നെ ഫോണിലേക്ക് പോകും. അങ്ങനെയാണ്. ഇപ്പോൾ ഇവിടെ ഫോണൊന്നും പ്രൊവൈഡ് ചെയ്യാത്തതുകൊണ്ട് ഫുൾ ടൈം വേറെ ഒന്നുമില്ല. ഇത്തിരി നേരം ഫ്രണ്ട്സായിട്ട് ബ്രേക്ക് ടൈമിൽ വർത്താനം പറയാം. പിന്നെ ബാക്കി ടൈമൊക്കെ നമ്മളിരുന്ന് പഠിക്കുക ചെയ്യാം. പിന്നെ ബാക്കിയുള്ളവരിരുന്ന് പഠിക്കണ കാണുമ്പോൾ നമുക്ക് ടെൻഷനാവും. നമ്മുടെ അത്ര എത്തി. അപ്പോൾ നമ്മളിരുന്ന് ആ ഒരു ടൈം ടേബിളിൽ ഇരുന്ന് പഠിക്കുക ചെയ്യാം. ആശക ഈഗിൾസിനെ കുറിച്ച് ഞങ്ങൾ നേരത്തെ ഫൗണ്ടേഷൻ ഇവിടെ തന്നെ ആയിരുന്നു. നല്ല അഭിപ്രായമാണ്. പിന്നെ ഈഗിൾസ് ഒരു ധൈര്യം തന്നെയാണ്. കുഴപ്പമില്ല. അവൾ സമയം കിട്ടുമ്പോൾ ഇവിടെ കൊടുക്കുമ്പോൾ എന്നെ വിളിക്കാറുണ്ട്. കുഴപ്പമൊന്നും ഉണ്ടായില്ല. പിന്നെ ധൈര്യം ഉണ്ടായിരുന്നു. സാറ് നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. അങ്ങനെ ഫോണ് ഇപ്പോൾ ഞാൻ ജോലി ചെയ്യുന്ന പുറത്താണ്. അപ്പോൾ എന്നെയൊക്കെ വിളിക്കുന്നതിന് ഒരു സമയം വെച്ചിരുന്നു. ഇവളൊരു സമയം വെച്ചിരുന്നു. ഇന്ന സമയത്ത് ഞാൻ വിളിക്കുകയുള്ളൂ. അപ്പോൾ ആ സമയത്ത് ഞാനവിടെ പ്രിപ്പയർ നിൽക്കുമായിരുന്നു. അങ്ങനെയാണ് നമ്മൾ മാറിക്കൊടുക്കുമായിരുന്നു. അങ്ങനെ ഒരു അവസ്ഥയിലായിരുന്നു ഇപ്പോൾ. പിന്നെ അതെന്തായാലും ഇപ്പോൾ എല്ലാം കൊണ്ടും നമ്മൾ ഹാപ്പിയാണ്. പിന്നെ തീർച്ചയായിട്ടും ഇപ്പോൾ നമ്മളെല്ലാം കൊണ്ടും നല്ലൊരു സന്തോഷത്തിലാണ് ഇപ്പോൾ. പിന്നെ ഇവർ ഹാപ്പി ആകുമ്പോൾ നമ്മൾ പിന്നെ ആക്ച്വലി ഹാപ്പി ആവുമല്ലോ. ഇനി സെക്കൻഡ് ഗ്രൂപ്പ് പഠിക്കണം, അതിന് ക്ലാസ് വെക്കണം. ഇവിടെ വരുന്നത് എല്ലാ രക്ഷിതാക്കൾക്കും ഉള്ളിൽ ഏറ്റവും നല്ല ഒരു ഇതിൽ വിടാൻ കൂടെ. കാരണം ധൈര്യമുണ്ട്. മറ്റ് പല സ്ഥലങ്ങളിൽ പോകുന്നതിനേക്കാളും ഇപ്പോൾ ടൗണുകളിലോ മറ്റുള്ള പോകുന്നതിനേക്കാളും ധൈര്യമായിട്ട് ഈഗിൾസിലേക്ക് വിടാൻ. കാരണം ഇവിടെ ആ കുട്ടികൾ വേറെ എവിടേക്കും ഒരു വഴി തെറ്റിപ്പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവില്ല എന്നുള്ള നല്ല ഉറപ്പുണ്ട്. നമുക്കിപ്പോൾ എന്തെങ്കിലും ഡൗൺ ആവുകയാണെന്നുണ്ടെങ്കിൽ നമ്മളപ്പോൾ തന്നെ ലത്തീഫ് സാറിൻ്റെ അടുത്ത് പോകും, അല്ലെങ്കിൽ ജംഷി മാമിൻ്റെ അടുത്ത് പോകും. പിന്നെ സൈറൂൾ സാറുണ്ട് ഇവിടെ. അപ്പോൾ സൈറൂൾ സാറൊക്കെ ആണെങ്കിൽ നമുക്ക് ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് ഫ്രണ്ട്സിനോട് വർത്താനം പറയണ പോലെ നമുക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാം. അതുപോലെ തന്നെ ലത്തീഫ് സാറിൻ്റെ അടുത്ത് പോകുകയാണെന്നുണ്ടെങ്കിലും നമുക്ക് ഒരു നല്ല മോട്ടിവേറ്റഡ് ആയിട്ട് നമ്മൾ പിന്നെ പഠിക്കാതിരിക്കുക. ഇപ്പം നമുക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും സാറിൻ്റെ അടുത്ത് പോയാൽ സാർ നമ്മൾ കൂളാക്കിയിട്ട് വിടുക. പിന്നെ നമ്മളിപ്പോൾ പഠിക്കാൻ പറ്റാണ്ട് ഇരുന്നിട്ട് സാറിൻ്റെ അടുത്ത് പോകുകയാണെങ്കിൽ പിന്നെ നമ്മൾ തിരിച്ച് ആ ഒരു പഠിത്തത്തിൻ്റെ മൂഡിലേക്ക് വന്നിട്ടാണ് ഇരിക്കുക. അങ്ങനെ ഇപ്പോൾ കഴിഞ്ഞ November 23 ഇവിടുന്ന് പാസ് ഔട്ട് ആയതാണ്. ഇപ്പോൾ ഇൻ്റർവ്യൂ കംപ്ലീറ്റ് ചെയ്ത്. സോ ഹാപ്പി ഫോർ ദാറ്റ്. ഐ എം താങ്കിങ് ഈഗിൾസ് ആൻഡ് മൈ പാരൻസ്. ഫോർ ഷുവർ, അബ്സല്യൂട്ട്ലി. ഞാനിവിടെ വന്നുകൊണ്ട് തന്നെയായിരുന്നു. ഇവിടെ വരുമ്പോൾ ഐ വാസ് 0 കോൺഫിഡൻസ്. ഞാൻ ഈ ഒരു അറ്റംപ്റ്റ് എഴുതണം എന്നുള്ളൊരു കൺഫ്യൂഷനിലാണ് ഇവിടെ വന്നത്. പിന്നെ ആസ് മൈ ഉപ്പ റിക്വസ്റ്റ് ചെയ്തിട്ട് ഞാൻ ഇവിടെ വന്ന് എഴുതാൻ നേരത്തും നമ്മുടെ ഇവിടുത്തെ ഈഗിൾസിലെ സ്റ്റാഫ് അല്ലെങ്കിൽ നമ്മുടെ മെൻറ്റേഴ്സ് നമ്മുടെ ഒരു സപ്പോർട്ട് സിസ്റ്റം പോലെ അവർ സപ്പോർട്ട് ചെയ്തിട്ടാണ് ഞാൻ എൻ്റെ കോൺഫിഡൻസിനെ എൻകറേജ് ചെയ്തെടുത്ത്. നമ്മൾ ഓരോ പോയിന്റിൽ ഡൗൺ ആകുമ്പോഴും അവർ നമ്മൾ ബൂസ്റ്റപ്പ് ചെയ്യും.
അപ്പോൾ എൻ്റെ ഒരു വീക്ക് പേപ്പർ എന്ന് വെച്ചാൽ FM ആയിരുന്നു. അത് ഭയങ്കര ടഫ് പേപ്പർ തന്നെയാണ്. ഞാൻ FM ഇവിടുന്ന് എൻ്റെ വീക്ക് പോയിൻ്റ് ആണെന്ന് അവർ മനസ്സിലാക്കിയിട്ട് ഓരോ ഡെയിലി എൻ്റെ അടുത്ത് വന്ന് ചോദിക്കും FM എന്ത് ചെയ്യണം. ഫൈനലി ഞാൻ അങ്ങനെ എക്സാമിന് പോയപ്പോൾ ബൈ ഫോൾട്ട് അൺഫോർച്ചുനേറ്റ്ലി ഞാൻ കാൽക്കുലേറ്റർ എടുത്തിട്ടുണ്ടായിരുന്നില്ല എക്സാമിന്. അങ്ങനെ ഇവിടുന്ന് സാറ് പറഞ്ഞു, നിൻ്റെ കയ്യിലെല്ലാം ഉണ്ട്, നീ എക്സാം ഹാളിൽ നിന്ന് കോൺഫിഡൻസ് കളയരുതെന്ന് പറഞ്ഞ് സാറ് വിട്ട ആ ഒരു കോൺഫിഡൻസിലാണ് സാറിൻ്റെ ആ ഒരു വേർഡ്സ്, ആ ഒരു തോട്ട് വന്നിട്ടാണ് ഞാൻ വേറെ ആരോ തന്നൊരു കാൽക്കുലേറ്റർ വെച്ച് എക്സാം എഴുതി പാസ്സായത്. സോ ഹാപ്പി ഫോർ ദാറ്റ്. ഈഗിൾസിൻ്റെ എല്ലാം അവരെന്തിനും ഏതിനും നമ്മളെ സപ്പോർട്ട് ചെയ്യും. ഭയങ്കര അപ്രോച്ചബിൾ ആണ് എല്ലാ കാര്യങ്ങൾക്കും. പഠിപ്പ് തുടങ്ങിയപ്പോൾ എനിക്ക് സന്തോഷമായി. പഠിക്കുന്നുണ്ട് മോള്. പിന്നെ പാസ്സായപ്പോൾ വളരെ സന്തോഷം. ഈഗിൾസിന് വളരെ നന്ദിയുണ്ട്. അതെ വളരെ സന്തോഷം. തീർച്ചയായും ഇവിടെയുള്ള ന്യൂ ബഡ്സിനോട് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഈഗിൾസിൽ വരുമ്പം നമുക്ക് ഭയങ്കര ഒരു ഫ്രെറ്റേണിറ്റി നമുക്ക് ഫീൽ ചെയ്യും. ഇവിടെ ഭയങ്കര ഹാർഡാണ്, വി മേ ഫെൽ ലൈക്ക് ഒരു ജയിലാണ്, അങ്ങനെ പലതും നമുക്ക് ഫീൽ ചെയ്യും. ബട്ട് ഗുഡ് പാർട്ട് ഇസ് ദാറ്റ് നമ്മൾ അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ നമ്മൾ ഇതെല്ലാം സഫർ ചെയ്തിട്ട് പാസ്സാകുമ്പോൾ യു ക്യാൻ ഫീൽ ഇറ്റ്. നമ്മൾ അത്രയും സപ്പോർട്ട് ചെയ്ത ആൾക്കാരാണ് ഇവിടെയുള്ള എല്ലാവരും. ഇപ്പോൾ മാം ആണെങ്കിലും അതെ, സാർ ആണെങ്കിലും അതെ, ഇവിടുത്തെ ഓരോ ഫാക്കൽറ്റീസും വി വർ മോർ ലൈക്ക് എ ഫാമിലി. ഈഗിൾസ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ല, എബവ് ദാറ്റ് ഒരു ഫാമിലി പോലെ തന്നെയായിരുന്നു. പിന്നെ ഇവിടെ നമുക്കൊരു സ്പെഷ്യൽ ബാച്ചായിരുന്നു നമ്മുടെ, കാരണം വി ഹാവ് ഫേസ്ഡ് എ ലോട്ട് ഓഫ് അൺസർട്ടനിറ്റീസ് ഫിസിക്കലി ആൻഡ് മെൻ്റലി. അപ്പോഴും എല്ലാവരും ഒരു ഫാമിലി പോലെ നിന്ന് നമുക്കെല്ലാവർക്കും വയ്യാണ്ടാവുമ്പോഴും ഫിസിക്കലി അവർ അത്രയും സപ്പോർട്ട് ചെയ്ത്, പാരൻസ് ഉള്ള പോലെ തന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്ത് പഠിക്കാൻ വേണ്ടി അവർ എന്തും ചെയ്ത് മോർണിംഗ് 6 to 11 നൈറ്റ് 11 വരെ അവർ നമ്മുടെ കൂടെ ഉണ്ടാവും. അതുകൊണ്ട് തന്നെയാണ് തീർച്ചയായും ഞങ്ങൾ ഈ സക്സസ് അച്ചീവ് ചെയ്തത്. സന്തോഷമുണ്ട്. പിന്നെ ഇതിന് മുമ്പ് വേറെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചിട്ട് ഡ്രോപ്പ് ഔട്ട് അങ്ങനെ തോറ്റിട്ട് വന്നതിൻ്റെ ഒരു കോൺഫിഡൻസ് പോയി കിടക്കുകയായിരുന്നു. പിന്നെ ഇവിടെ വന്ന് പിന്നെ പാസ്സായാലും നല്ല സന്തോഷമുണ്ട്. ഇപ്പോൾ ഈ 2024 തുടങ്ങിയപ്പോൾ തന്നെ ഇങ്ങനെ ഒരു നല്ല റിസൾട്ട് കിട്ടിയാൽ ഹാപ്പിയാണ്. ഡെയിലി 12 to 13 hours പഠിക്കും. മോർണിംഗ് നമ്മളൊരു 7 ആകുമ്പോഴത്തേക്ക് ഇവിടെ എത്തും. 6 to 7 ഉള്ളിൽ നമ്മളെത്തും. നൈറ്റ് 11 വരെ ഇരുന്ന് പഠിക്കും. അതിന് ശേഷം ഹോസ്റ്റലിൽ പോയിട്ട് വേണമെങ്കിലും നമുക്കിരുന്ന് പഠിക്കാം. അവർ ഫുൾ ടൈം നമ്മളെ സപ്പോർട്ടീവ് ആയിരിക്കും. എക്സാമിൻ്റെയൊക്കെ ടൈമിൽ 24/7 എന്ന് പറഞ്ഞ പോലെ എല്ലാവരും ഇരുന്ന് പഠിക്കും. ഞങ്ങളൊക്കെ ആകെ അങ്ങിലുണ്ടായിരുന്നു 24/7 ഉറങ്ങാണ്ടൊക്കെ പഠിച്ചിട്ടുള്ള ടീംസിലുണ്ടായിരുന്നു. ഇല്ല, കുഴപ്പമൊന്നുമില്ല, നല്ല സന്തോഷമായി. മൊബൈൽ ഇല്ലയെന്ന് വെച്ചാൽ ഫസ്റ്റ് നമുക്കൊരു ട്രബിളായി ഫീൽ ചെയ്യും. ദെൻ ആഫ്റ്റർ അതിൽ ഓക്കെ വിത്തിട്ട് നമ്മൾ പഠിക്കാനുള്ള ഒരു ട്രാക്കിലാക്കുക. ഇവിടെ നമ്മൾ ഫസ്റ്റ് വരുമ്പോൾ തന്നെ ഇതിൽ പ്രൊവൈഡ് വിത്ത് എ ട്രാക്ക് റെക്കോർഡ്. അപ്പോൾ അതെന്ന് പറയുന്നത് അത് വെച്ചിട്ട് നമ്മൾ ഇവിടുത്തെ ട്രാക്കിലോട്ടാക്കും. ആ ട്രാക്കിൽ നമ്മൾ കയറി കഴിഞ്ഞാൽ പിന്നെ മൊബൈൽ ഇല്ല എന്നുള്ളത് ഐ ഡോണ്ട് ഫെൽ ദിസ് എ ബാഡ് തിങ്. ഇനി ഇഫ് ഗോഡ് ഫോർബിഡ് ഞാൻ ആർട്ടിക്കിൾഷിപ്പിന് കയറാൻ ഇന്റർ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. സോ ആഫ്റ്റർ ദാറ്റ് ഐ വിൽ കണ്ടിന്യൂ. അതെ, തീരുമാനിച്ചു. കുറേ നാളത്തെ കഷ്ടപ്പാടാണ്. 5 വർഷം ഇതിന് ഇൻ്ററിന് വേണ്ടി മാത്രം തന്നെ ഞാൻ കഷ്ടപ്പെടുന്നത്. 4 അറ്റംപ്റ്റ് ഞാൻ ഒറ്റയ്ക്ക് തന്നെ നോക്കി, പക്ഷെ എങ്ങനെയും പറ്റുന്നില്ല. പരമാവധി ഇൻസ്റ്റിറ്റ്യൂട്ടിലെല്ലാം പോയി നോക്കി. ഏകദേശം ഞാൻ ഈ CA കയറിയിട്ട് തന്നെ ഒരു 3-4 ഇൻസ്റ്റിറ്റ്യൂട്ട് പഠിച്ചിട്ടുണ്ടാവും. പക്ഷേ 4ാമത്തെ അറ്റംപ്റ്റിൽ എനിക്ക് തോന്നി എന്തോ നടക്കുന്നില്ല തോന്നിയിട്ട് ഈഗിൾസ് എനിക്കൊരു ഫ്രണ്ട് റെക്കമെൻഡ് ചെയ്ത് അങ്ങനെ ഞാനിവിടെ വന്നു. ഫസ്റ്റ് അറ്റംപ്റ്റിൽ ഞാൻ പാസ്സായി. അത് നല്ല മാർക്കോടെ പാസ്സായി, നല്ല എക്സംഷൻ കിട്ടി. ഇതെൻ്റെ സെക്കൻഡ് ഗ്രൂപ്പിൻ്റെ ഇതാണ്. സെക്കൻഡ് ഗ്രൂപ്പും ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ കിട്ടി. അൽഹംദുലില്ലാ. എനിക്ക് എങ്ങനെ നന്ദി പറയണമെന്ന് അറിയില്ല ഈഗിൾസിനോട് മാത്രം. പിന്നെ സപ്പോർട്ട് ചെയ്ത ഫാമിലി ഒന്നും പറയാനില്ല. ഞാൻ എത്ര ഫെയിലായിട്ട് എൻ്റെ ഫാമിലി ഇതുവരെ എന്നെ ഒന്നും പറഞ്ഞിട്ടില്ല, ഒരു ചീത്തയും ഒന്നും പറഞ്ഞിട്ടില്ല. എനിക്ക് അറിയില്ല എന്തിനാ പറയാത്തതെന്ന് എനിക്കറിയില്ല. സമൂഹം പട്ടാള ചിട്ടൊക്കെയാണ്, പക്ഷേ ഇതെല്ലാം നമുക്ക് വേണ്ടിയിട്ടാണ് ഇവർ ചെയ്തതെന്ന് ഓർക്കുമ്പോൾ നമുക്ക് അത്രയും സന്തോഷമുണ്ട്. കാരണം ചിട്ട അത് തന്നെ, ഫോണൊന്നും അലൗഡ് അല്ല, പക്ഷേ ഇത് നമുക്ക് വേണ്ടിയിട്ടല്ലേന്ന് ഓർക്കുമ്പോൾ നമുക്കതൊരു പരിധിയായിട്ട് തോന്നുന്നില്ല. ഈഗിൾസ് വളരെ സ്ട്രിക്റ്റിലുള്ളതുകൊണ്ടാണ് ഇവരൊക്കെ ജയിച്ചത്, അല്ലെങ്കിൽ ഇവർ ജയിക്കാൻ സാധ്യതയില്ലായിരുന്നു. ജയിക്കും എന്നുള്ളൊരു കാരണം ഇതിൻ്റെ അങ്ങനെയാണല്ലോ CA പൊതുവെ പറയുന്നത്. പക്ഷേ ഇവിടെ വന്നപ്പം മനസ്സിലായി അത് കുഴപ്പമില്ല. നിങ്ങളുടെ ചിട്ട കൊണ്ട് തന്നെ, ഈഗിൾസിൻ്റെ ആ ചിട്ടയോടെയുള്ള ഇതുകൊണ്ട് തന്നെയാണ് ഇവർ ജയിച്ചത്. അതെ അങ്ങനെ തന്നെ വേണമായിരുന്നു. അത് വേണമായിരുന്നു, ഗുണമായിരുന്നു. അതാണ് ഗുണം ചെയ്തത്. പിന്നെ ആരും വിളിച്ചിട്ട് എത്തലില്ല, പക്ഷേ എന്നാലും പ്രശ്നമില്ല. പാരൻസിന് അറിയാം നമ്മൾ സേഫുള്ള സ്ഥലമാണെന്ന്. അതുകൊണ്ട് തന്നെ അവർക്കും ബേജാറില്ല, നമുക്കും ബേജാറില്ല. ലത്തീഫ് നമ്മളെ എക്സാമിന് എത്ര പഠിച്ചാലും ആ ലാസ്റ്റ് സമയമാകുമ്പോൾ നമ്മൾ എന്തായാലും ഡൗൺ ആവും. അപ്പോൾ ഈ ലത്തീഫ് സാർ ഇടയ്ക്കിടയ്ക്ക് മോട്ടിവേഷൻ നമുക്ക് തരും. ആ മോട്ടിവേഷൻ ഒരു പ്രാവശ്യം കിട്ടാൻ മതി, പിന്നെ നമ്മൾ മോട്ടിവേറ്റഡ് ആവും, പിന്നെ നമ്മൾ ഇരുന്ന് പഠിച്ചോളും, ഒരു പ്രശ്നവുമില്ല. എല്ലാം ഡൗൺ ആവും എന്ന് പറഞ്ഞാൽ കോഴ്സ് അങ്ങനെ ആയതുകൊണ്ടായിരിക്കാം. എത്ര പഠിച്ചാലും നമ്മളൊന്നും പഠിച്ചിട്ടില്ല എന്നൊരു തോന്നലും, എന്നാൽ പാസ്സാവുമോ ഇല്ലയോ, കഴിഞ്ഞ പ്രാവശ്യത്തെ അറ്റംപ്റ്റുകളും അനുഭവം കൊണ്ടായിരിക്കും. പക്ഷേ ലത്തീഫ് സാറിൻ്റെ ഓരോ പ്രാവശ്യം ക്ലാസ് കയറുമ്പോൾ നമ്മളോട് പറഞ്ഞുതരും, നിങ്ങൾ പാസ്സാവും, നിങ്ങൾ പാസ്സാകാണ്ട് പിന്നെ ഈഗിൾസിലെ കുട്ടികളല്ലാണ്ട് പിന്നെ ആര് പാസ്സാകാനാണെന്ന് പറയുമ്പോൾ തന്നെ
മനസ്സിലൊരു ഫയർ വരും. അത് നല്ലൊരു കാര്യമാണ്. കാരണം മാക്സിമം നമ്മൾ പഠിക്കണം, മാക്സിമം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യണം. ഇപ്പം എത്ര പഠിച്ചാലും ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്താലേ നമുക്കിനി എന്തും ചെയ്യാൻ പറ്റൂ. അതുകൊണ്ട് തന്നെ ഈഗിൾസ് പരമാവധി ക്വസ്റ്റ്യൻസ് കണ്ടുപിടിച്ച് നമുക്ക് ചെയ്യാൻ തരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വളരെയധികം എനിക്ക് ഉപകാരപ്പെട്ട്. എനിക്കാണെങ്കിൽ സെക്കൻഡ് ഗ്രൂപ്പിന് 3 എക്സംഷൻ ഉണ്ട്, ഫസ്റ്റ് ഗ്രൂപ്പിൽ 2 എക്സംഷനും ഉണ്ട്. എല്ലാത്തിനും കാരണം ഈഗിൾസിൻ്റെ മോക്ക് എക്സാമും ഈഗിൾസിൻ്റെ ഭാഗത്തുനിന്ന് ഒരു നല്ല ഇതുണ്ട് എന്ന് പാസ്സാവാൻ വേണ്ടിയിട്ട്. ആദ്യം തന്നെ ഈഗിൾസ് കണ്ടുപിടിക്കുമായിരുന്നെങ്കിൽ ഇവൾ ഫസ്റ്റ് തന്നെ പാസ്സാവുമായിരുന്നു. പക്ഷേ ഇത് ലേറ്റായിപ്പോയി, 2-3 വർഷം വേസ്റ്റായി പോയി നോക്കുമ്പോൾ ഒരു വിഷമമാണ്. ഈഗിൾസിലേക്ക് വരുമ്പോൾ ഫസ്റ്റ് എല്ലാം അറിഞ്ഞിട്ട് തന്നെ ആയിരിക്കും വരുന്നത്. പക്ഷെ എന്നാലും ഉള്ളിലിരിക്കുമ്പോൾ എന്താ ഒന്ന് ഫോൺ തന്നൂടെ എന്നെല്ലാം നമുക്ക് ഉള്ളിൽ നിന്നൊരു ചോദ്യം വരും. പക്ഷേ ഇതിനെല്ലാം ഉത്തരം ലാസ്റ്റ് റിസൾട്ട് വരുന്ന നമുക്ക് മനസ്സിലാവും അവരെന്തുകൊണ്ടാണ് ഫോൺ തരാൻ, ഇത്ര റെസ്ട്രിക്ഷൻ എന്തുകൊണ്ടാണ് വെച്ചതെന്നെല്ലാം ആ റിസൾട്ട് ഡേ നമ്മൾ വിചാരിക്കും എന്തുകൊണ്ടാണ്, അന്നേരം നമുക്ക് മനസ്സിലാവും. അതുവരെ നമ്മളുള്ളിൽ ടെൻഷൻ ഉണ്ടാവും. പക്ഷേ ആ റിസൾട്ട് വരുന്ന അന്നാണ് നമുക്ക് മനസ്സിലാവുക എന്തുകൊണ്ടാണ് ഇവരിങ്ങനെ റെസ്ട്രിക്ഷൻ വെച്ചത്, ആർക്ക് വേണ്ടിയിട്ടാണ്. ഈഗിൾസ് സെലക്ട് ചെയ്തു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ മഹത്തരമായിട്ട് പറയാനുള്ളത്. വളരെ നല്ലതാണ്. നിങ്ങളിപ്പോൾ CA പഠിക്കുകയാണെങ്കിൽ ഇവിടെ ഒന്ന് പഠിക്കണം, എങ്കിലേ ജയിക്കാൻ കഴിയുള്ളൂ എന്നാണ് തന്നെ അഭിപ്രായം. ഞാൻ ആദ്യമായിട്ട് ഈഗിൾസിനെ പറ്റി അറിയുന്നത് പറഞ്ഞാൽ ഗ്രൂപ്പ് ഉണ്ടായിരുന്നു സാറിൻ്റെ. നമ്മൾ ഗ്രൂപ്പിൽ ഷെഡ്യൂളും കാര്യങ്ങളൊക്കെ പറയും. അപ്പോൾ നമ്മൾ അത് വെച്ച് പഠിക്കുന്നത്. എൻ്റെ സെക്കൻഡ് അറ്റംപ്റ്റിലാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വരുന്നത്. അപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നാൽ പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ CAക്ക് വേണ്ടത് വെച്ചാൽ ഇരിക്കാൻ പറ്റുക എന്നുള്ളതാണ്. എങ്ങനെയാണ് പഠിക്കേണ്ടതെന്നും എങ്ങനെ ഒന്ന് തന്നെ ഇരുത്തി തന്നു പറയുന്നില്ലേ, അങ്ങനെ ചെയ്തെന്ന് എനിക്ക് ഈഗിൾസാണ്. സാറിൻ്റെ മോട്ടിവേഷൻ കാര്യങ്ങളൊക്കെ ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു. എങ്ങനെ പഠിക്കണമെന്ന് മനസ്സിലായത്, എങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് ചെയ്യണമെന്നും എന്തൊക്കെ കാര്യങ്ങൾ മൈൻഡിൽ വെക്കണമെന്നും. ആൻഡ് CA എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ലൈക്ക് എനിക്കൊരു പാർട്ട് മാത്രമായിരുന്നു. ഇവിടെ വന്ന് സാറ് പറയുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലായി. പിന്നെയാണ് CA നമ്മൾ ഫസ്റ്റ് പ്രയോറിറ്റി ആക്കി വെച്ചാൽ മാത്രമേ ഇത് ക്ലിയർ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അതായത് ഇത് ലാസ്റ്റ് അറ്റംപ്റ്റാണ്, അത് വിചാരിച്ച് പഠിച്ചാൽ മാത്രമേ ഇത് ക്ലിയർ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ എന്ന് എനിക്ക് മനസ്സിലായത് ഇവിടെ വന്നപ്പോഴാണ്. അങ്ങനെ എൻ്റെ ലാസ്റ്റ് അറ്റംപ്റ്റാണ് ഇതെന്ന് വിചാരിച്ച് ഞാൻ പഠിച്ച അറ്റംപ്റ്റാണ് ഇത്. ലൈക്ക് ഇനി എനിക്കൊരു അറ്റംപ്റ്റ് ഇല്ല, ഇതെൻ്റെ ലാസ്റ്റ് അറ്റംപ്റ്റാണ് അങ്ങനെ വിചാരിച്ച് ഞാൻ പഠിച്ചു. നല്ലോണം ഹാർഡ് വർക്ക് പിന്നെ 101% ഞാൻ കൊടുത്തു. ഓൾ ഇന്ത്യ ലെവലിൽ 1,00,000 ആളുകൾ എഴുതിയതിൽ 19,000 ആളുകൾ മാത്രമാണ് പാസ്സായുള്ളൂ. ഒരു പക്ഷേ ഈഗിൾസിൽ പഠിച്ചതുകൊണ്ടായിരിക്കുമോ ഒരു വിജയം കൈവരിച്ചത്? ഉറപ്പായിട്ടും എങ്ങനെ പഠിക്കേണ്ടതെന്നും എന്തൊക്കെ കാര്യങ്ങൾ ചെയ്താലാണ് പാസ്സാവാമെന്നും. അതായത് നമ്മൾ ഹാർഡ് വർക്ക് എല്ലാവരും ഇടുന്നുണ്ട്. ബട്ട് എന്തെങ്കിലുമൊക്കെ ചെറിയ മിസ്റ്റേക്സ് വരുന്നതുകൊണ്ടാണ് പിന്നെയും അറ്റംപ്റ്റ് എടുക്കുന്നത്. എന്തൊക്കെ മിസ്റ്റേക്സാണ് നമുക്ക് വരുന്നതെന്നും അതെങ്ങനെയൊക്കെ ക്ലിയർ ചെയ്യാമെന്നും ഒക്കെ ഞങ്ങൾക്ക് പറഞ്ഞിരുന്നത്. ആൻഡ് അതിന് വേണ്ടിയുള്ള മോട്ടിവേഷനൊക്കെ തരുന്ന സാറും ജംഷിയ മാമും എല്ലാവരും ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പാസ്സായതും. എൻ്റെ ഹാർഡ് വർക്കിന് ബലം, ഞാൻ ഹാർഡ് വർക്ക് ഇട്ടിട്ട് തന്നെയാണ് പാസ്സായത്. ബട്ട് അതിൻ്റെ ഒരു ബലം കണ്ടത് എൻ്റെ മിസ്റ്റേക്സും കാര്യങ്ങളൊക്കെ എനിക്ക് പറഞ്ഞെന്ന് മനസ്സിലായി. അതൊക്കെ ക്ലിയർ ചെയ്തു. ഒരു ദിവസം എത്ര സമയം പഠിക്കുമോ? ഒരു ദിവസം ലൈക്ക് തുടക്കത്തിൽ ഒരു 12 to 13 hours പഠിച്ചിട്ടുണ്ടായിരുന്നു. അതായത് നമ്മുടെ ലൈക്ക് നമ്മുടെ ഫുഡ് കഴിക്കുന്ന ടൈം അങ്ങനത്തെ വെറുതെ കളയുന്ന ടൈമൊക്കെ അതൊന്നും കൂടാതെ 13 hours ലൈക്ക് ഫോക്കസ് ടൈമൊക്കെ വെച്ച് അങ്ങനെ പഠിച്ചിട്ടുണ്ടായതാണ്. അങ്ങനെ എപ്പോഴും അങ്ങനെ 12 to 13 hours പഠിക്കാൻ പറ്റില്ലെങ്കിലും മിനിമം ഒരു 10 hours ഡെയിലി പഠിക്കുന്ന എന്തായാലും ഉറപ്പുവരുത്തി. ആദ്യം അതുമായിട്ട് ഒന്ന് കോപ്പ പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ബട്ട് പിന്നെ അത് ശീലമായി. പിന്നെ എല്ലാവരും പഠിക്കുന്ന തന്നെയാണല്ലോ, ഈഗിൾസിൽ എല്ലാവരും ഇരുന്ന് പഠിക്കുന്നത്. ഒരാൾ പഠിക്കുമ്പോൾ തന്നെ നമ്മളും പഠിക്കണം എന്നുള്ള ആ ഒരു സാധനം നമുക്ക് വരും. നമ്മൾ ഇരുന്ന് പഠിക്കും. പിന്നെ അതൊക്കെ സെറ്റാകും. അതൊക്കെ ഒരു കുറച്ച് സമയത്തെ പ്രശ്നം മാത്രമേ ഉണ്ടാവുള്ളൂ, ഫോണിൻ്റെയൊക്കെ. പിന്നെ നമ്മൾ ശീലമാകും എല്ലാവരുമായിട്ട്. പിന്നെ നമ്മളെ മൈൻഡിൽ പഠിക്കണം അത് മാത്രമേ ഉണ്ടാവുള്ളൂ പാസ്സാവാൻ. ഇല്ല, ഈഗിൾസിൽ ഇങ്ങനൊന്നും അറിഞ്ഞിട്ടൊന്നും വന്നതല്ല. ലൈക്ക് പാസ്സാവണം, എങ്ങനെയെങ്കിലും ഒന്ന് ക്ലിയർ ചെയ്യണം, ആ ഒരു മൈൻഡ് വെച്ച് വന്നതാണ്. അപ്പോൾ എങ്ങനെയായാലും നമ്മൾ ഇരിക്കും. ബട്ട് അതൊന്നുമില്ല, നമ്മൾ എയിം പഠിക്കുക പാസ്സാവുക എന്നുള്ളതാണെങ്കിൽ ഒരു പ്രശ്നമില്ല. ലത്തി സാറിൻ്റെ അടുത്ത് എന്ത് പ്രശ്നം വന്നാൽ ക്യാബിൻ്റെ ഉള്ളിൽ കയറിപ്പോയാലും തിരിച്ചിറങ്ങുമ്പോൾ ഫുൾ ഓക്കെ ആയിട്ട് തിരിച്ചു വരുള്ളൂ. സാർ ഭയങ്കര മോട്ടിവേഷനാണ്, നല്ല രീതിയിൽ കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി. അധ്യാപകരും അല്ലെങ്കിൽ മെൻറ്റേഴ്സൊക്കെ ഭയങ്കര സപ്പോർട്ടിങ് ആണ്. പഠിച്ചില്ലെങ്കിൽ ചീത്ത പറയും. പിന്നെ പഠിക്കാൻ വേണ്ടിയിട്ടുള്ള മോട്ടിവേഷനായിട്ട് നമ്മളത് എടുക്കും. പേരൻസൊക്കെ ഹാപ്പിയാണ്, അവർ ഭയങ്കര ഹാപ്പിയാണ്. ആൻഡ് ഞാൻ വിശ്വസിക്കുന്നുണ്ട് ഇവിടെ വന്നുകൊണ്ട് തന്നെയാണ് ഞാൻ പാസ്സായത്. ബിക്കോസ് ആ ഒരു ഇരുത്തം എനിക്ക് കിട്ടിയത് ഇവിടെ വന്നിട്ടാണ്. നല്ലൊരു ഓപ്ഷനായിരിക്കും വന്നാൽ ലൈക്ക് ക്ലിയർ ചെയ്യണം എന്നാണ് മൈൻഡെങ്കിൽ, അതായത് ഇത് ഇനിയൊരു അറ്റംപ്റ്റ് ഇല്ല, ഇതാണ് ലാസ്റ്റ് അറ്റംപ്റ്റ് എന്ന് വിചാരിച്ച് ക്ലിയർ ചെയ്യണം എന്നാണ് മൈൻഡെങ്കിൽ ഉറപ്പായിട്ട് ഈഗിൾസിലേക്ക് വരണം. എന്തായാലും മസ്റ്റും. ഈഗിൾസ് എന്താ അടിപൊളിയാണ്. ഞാൻ ഇവിടെ എൻ്റെ 4th അറ്റംപ്റ്റിലാണ് വന്നത്. ആ അറ്റംപ്റ്റിൽ തന്നെ ക്ലിയറായി, ഭയങ്കര സന്തോഷം. റിസൾട്ട് നോക്കിയപ്പോൾ തന്നെ അൽഹംദുലില്ലാ പാസ്സായി.
രക്ഷിതാക്കളൊക്കെ എന്ത് പറയുന്നു? രക്ഷിതാക്കളെല്ലാവരും ഭയങ്കര ഹാപ്പിയായി. അവരുടെ തീരുമാനം ശരിയായി. അതെ, ശരിയായി. എല്ലാവർക്കും നല്ലൊരു ഓപ്ഷനാണ് ഈഗിൾസ് സെലക്ട് ചെയ്യുക എന്നുള്ളത്. കാരണം ഇപ്പോൾ ഫസ്റ്റ് അറ്റംപ്റ്റിൽ ഇവിടെ 27 കുട്ടികൾ പാസ്സായി എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ ഫസ്റ്റ് അറ്റംപ്റ്റിൽ ഇവിടെ വന്നിരുന്നെങ്കിൽ ഞാനും ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ ക്ലിയർ ചെയ്യുമെന്ന് എനിക്ക് തോന്നി. ലത്തീഫ് സാർ എന്താ അടിപൊളിയാണ്. സാറ് നമ്മളെ ഭയങ്കര മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അതൊക്കെ തന്നെയാണ് ഇൻഷാ അല്ലാഹ് പാസ്സായത്. ലത്തീഫ് സാർ കാരണമാണ് ഞങ്ങളെല്ലാവരും പാസ്സായത്. ഫസ്റ്റ് ഗ്രൂപ്പാണ് പാസ്സായത്. അതായത് ഞാൻ 2 ഗ്രൂപ്പ് ഇപ്പോൾ കംപ്ലീറ്റ് ആയി. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ സെക്കൻഡ് ഗ്രൂപ്പ് പാസ്സായതായിരുന്നു. അതും ഈഗിൾസിൽ ഇരുന്നിട്ട് തന്നെയാണ് പാസ്സായത്. ഞാൻ ഇത്രയും കാലം പഠിച്ചിട്ടും പാസ്സാവാതെ ഇരുന്നുകാണ്ട് ഇപ്പോൾ ഈഗിൾസിൽ വന്നതിന് ശേഷമാണ് ഞാൻ ഈ 2 ഗ്രൂപ്പും ക്ലിയർ ചെയ്തത്. അപ്പോൾ അത് എനിക്ക് ഏറ്റവും കൂടുതൽ പങ്ക് തോന്നിയിട്ടുള്ള ഈഗിൾസ് ആണെന്ന് തന്നെയാണ്. മെയിനായിട്ട് ഞാൻ വന്ന് പാസ്സാവാനുള്ള കാരണം ഈഗിൾസിൽ ഇരുന്ന് പഠിച്ചു എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. ഇത്രയും വേറെ എല്ലാ റെസ്ട്രിക്ഷൻസിൻ്റെ ഉള്ളിൽ ഇരുന്ന് പഠിച്ചു എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. അതിന് ഈഗിൾസിന് നല്ലൊരു താങ്ക് യു ഉണ്ട്. ഈഗിൾസ് അടിപൊളിയാണ്. ഞാൻ എൻ്റെ സെക്കൻഡ് അറ്റംപ്റ്റ് ആണിത്. ഞാൻ ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ ഇവിടെ തന്നെ വന്നായിരുന്നെങ്കിൽ ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ പാസ്സാവുമെന്ന് ഇപ്പോൾ തോന്നുന്നുണ്ട്. ഞാൻ ഫസ്റ്റ് ഗ്രൂപ്പാണ് പാസ്സായി. സെക്കൻഡ് അറ്റംപ്റ്റ് ആണ്. ഫസ്റ്റ് ഞാൻ ഫെയിലായിരുന്നു. അപ്പം ഇവിടെ വന്നപ്പം പഠിക്കാൻ പറ്റി നല്ലോണം. നല്ല താങ്ക്സ് ഉണ്ട് ഈഗിൾസിനോട്. ശരിക്കും ഈഗിൾസിന് താങ്ക്ഫുള്ളാണ്. ഭയങ്കര ഇവിടെ എന്നെ പഠിക്കാൻ അനുവദിച്ചതിലും ഇവിടെ എനിക്ക് സാഹചര്യം തന്നാലും ഈഗിൾ ഭയങ്കര താങ്ക്ഫുള്ളാണ്. പിന്നെ ആദ്യത്തെ ഇതിൻ്റെ 4ാമത്തെ അറ്റംപ്റ്റാണ്. പക്ഷേ ഇപ്പോഴാണ് ഇന്ന് മര്യാദയ്ക്ക് പഠിക്കാൻ തീരുമാനിച്ചത്. ഫുൾ എഫേർട്ട് ഇവിടെ ഇടാൻ കഴിഞ്ഞു. 100% എഫേർട്ട് ഇടാൻ കഴിഞ്ഞു. അതിനുള്ള റിസൾട്ട് എനിക്ക് കിട്ടി. താങ്ക്ഫുൾ. ഒരു ദിവസം ഞങ്ങൾ രാവിലെ ഇവിടെ ഒരു 7 o'clock കയറിയാൽ പിന്നെ ഓൾമോസ്റ്റ് 9-9:30 വരെ ഇവിടെ ഇരുന്ന് പഠിക്കുമായിരുന്നു. അപ്പോൾ ഇതിരുന്ന് വേണ്ടവർക്ക് നല്ല സപ്പോർട്ടും കിട്ടുമായിരുന്നു. ഞാനൊക്കെ കുറേ ഒറ്റയ്ക്കിരുന്ന് പഠിക്കാറായിരുന്നു. അതായത് സാറുമാരോട് ഡൗട്ട് ചോദിക്കാൻ എപ്പോഴും നമുക്ക് സാറുമാർ അവൈലബിൾ ആയിരുന്നു. മെൻറ്റേഴ്സ് ആണെങ്കിലും CA സാറും ഉണ്ടായിരുന്നു. ഷാദിയ മാം അതിൻ്റെ ഇടയിൽ കുറച്ച് ലീവ് എടുത്തെങ്കിലും ഷാദിയ മാം ഫുൾ സപ്പോർട്ട് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. പിന്നെ ലത്തീഫ് സാറാണെങ്കിലും മറ്റവരാണെങ്കിലും ആരാണെങ്കിലും എന്ത് ഡൗട്ടാണെന്നുണ്ടെങ്കിലും എന്തിനാണെന്നുണ്ടെങ്കിലും അവരോട് പോയി ചോദിക്കാനും എന്ത് സപ്പോർട്ടിനാണെന്നുണ്ടെങ്കിലും ഇവിടെ എപ്പോഴും ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ സാറുമാരുടെ ഭാഗത്തുനിന്നും സ്റ്റുഡൻസ് ആയിട്ടുള്ള ഈഗിൾസ് പറഞ്ഞ ഒരു ഫാമിലി ആയിട്ടാണ് ഞങ്ങൾ വരുന്നത്. അപ്പോൾ സ്റ്റുഡൻസിൻ്റെ ഭാഗത്തുനിന്നാണെങ്കിലും സാറുമാരുടെ ഭാഗത്തുനിന്നാണെങ്കിലും നല്ലൊരു സപ്പോർട്ടായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നു. തുടക്കത്തിലൊരു ഫീലിംഗ് ഉണ്ടാവും. പിന്നെ അത് ഫ്രണ്ട്സൊക്കെ ആകുമ്പോൾ ഒരു കമ്പനിയായി. പിന്നെ പാസ്സാവണമല്ലോ, അതാണല്ലോ നമ്മുടെ ഉദ്ദേശം. സുഖിച്ചിരുന്നിട്ട് കാര്യമില്ലല്ലോ, പാസ്സാവണം. അതാണ് മെയിൻ. മൊബൈല് ബസ്സില്ലാത്തത് കുറച്ച് ഇതാകാൻ കുറച്ച് പാടായിരുന്നു. പിന്നെ ഫോണിൽ കളിച്ചിരുന്നത് പാസ്സാവില്ലല്ലോ. പാസ്സാകാനൊക്കെ ഒഴിവാക്കി വെക്കാം. ഇവിടെ ആകുമ്പോൾ തരൂല. വീട്ടിലാണെങ്കിൽ നമ്മളെടുത്ത് ഉപയോഗിക്കുമല്ലോ. ഇവിടെ നമ്മൾ തരാതെ കൊണ്ട് ഉപയോഗിക്കാൻ നമുക്ക് പഠിക്കാനൊക്കെ പറ്റി. എനിക്ക് പാസ്സാവണമെങ്കിൽ എന്തായാലും ഈഗിൾസ് തിരഞ്ഞെടുക്കുന്ന ഏറ്റവും പറ്റിയ ഓപ്ഷൻ ഈഗിൾസ് ആയിരിക്കും. പക്ഷെ അവിടെ വരുമ്പോൾ നിങ്ങളൊന്ന് മനസ്സിൽ ഉറപ്പിച്ചിരിക്കണം എന്ത് പാസ്സാവണമെന്ന്. അല്ലാണ്ട് വെറുതെ അവിടെ നിന്ന് കളിച്ച് നടന്നിട്ട് കാര്യമില്ല. അവിടെ വന്ന് പഠിക്കാതിരുന്നാലും ഉറപ്പായാലും ഇവിടെ നിന്ന് പാസ്സാവും. അതിനുള്ള എല്ലാ സാഹചര്യങ്ങളും എല്ലാ ഫെസിലിറ്റീസൊക്കെ സാറോട് ഇരിക്കുന്നുണ്ട്. സാറ് മോട്ടിവേഷന് ഇടയ്ക്കിടയ്ക്ക് മോട്ടിവേഷൻ തരും. എല്ലാം ഓരോ മോട്ടിവേഷൻ കഴിയുമ്പോഴും കുറച്ച് ഡൗൺ ആവും. പിന്നെ മോട്ടിവേഷൻ കിട്ടും, പിന്നെ റെഡി ആവും. സാറ് മോട്ടിവേഷൻ അടിപൊളിയാണ്. സാറ് അടിപൊളിയാണ്. മോട്ടിവേഷനാണ് മെയിനായിട്ട്. അപ്പോൾ മോട്ടിവേഷൻ കിട്ടുമ്പോൾ നമ്മളെ പഠിക്കാനുള്ള ഇൻട്രസ്റ്റ് കൂടും. പിന്നെ ഇടയ്ക്കിടയ്ക്ക് കിട്ടുന്നത് നല്ലതാണ്. അതെ, ഞാൻ 2 പ്രാവശ്യമാണെങ്കിലും കുറേ ചീത്ത കേട്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ നന്നായിട്ട് പഠിക്കാനും ഇരുന്ന് പാസ്സാവാനും പറ്റി. അത് സപ്പോർട്ട് ഉണ്ടായിരുന്നു മൊത്തം. എന്തായാലും നമ്മുടെ ലൈഫിലൊരു ടേണിംഗ് പോയിന്റ് ആണ്. ആൻഡ് ഈഗിൾസ് പ്ലേസ് ഇമ്പോർട്ടൻറ്റ് റോൾ. ഫസ്റ്റ് ഗ്രൂപ്പ് ഇവിടെ തന്നെയായിരുന്നു. സെക്കൻഡ് ഗ്രൂപ്പ് ഇവിടെ തന്നെ വന്നു പാസ്സായി. ഭയങ്കര സന്തോഷം. ഇവിടെ വന്നുകൊണ്ട് തന്നെയാണ് പാസ്സായത്. വീട്ടുകാരെല്ലാവരും അങ്ങനെ പറയുന്നത്. ഇവിടെ വന്നുകൊണ്ടാണ് പാസ്സായത്. ഇവരുടെ സപ്പോർട്ടും എല്ലാം കാരണമാണ് പാസ്സായത്. ഞാനും അങ്ങനെ കേട്ടിട്ട് തന്നെയാണ് ഇങ്ങോട്ടേക്ക് വന്നത്. ഓറിയൻറ്റേഷന് പോയപ്പോഴാണ് ഞാൻ ഫസ്റ്റ് ഈഗിൾസിനെ കുറിച്ച് കേൾക്കുന്നത്. അവിടുന്ന് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് വന്നത്. ഭയങ്കര പ്രഷറായിരിക്കും എന്നൊക്കെ വിചാരിച്ചാൽ വന്നത്. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞപ്പം അത്ര പ്രഷറൊന്നുമില്ല. എല്ലാവരും ഫോൺ കിട്ടില്ല, പുറത്തു പോകാൻ പറ്റില്ല. ഇത് മാത്രമേ ഉള്ളൂ ഇവിടുത്തെ കുഴപ്പം. പക്ഷേ ഈഗിൾസിൻ്റെ മെയിൻ കാര്യം ഫോണില്ല, പുറത്തു പോകാൻ പറ്റില്ല, ഫ്രണ്ട്സായിട്ടൊരു ഇൻട്രാക്ഷൻ ഇല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഫുൾ ടൈം പഠിക്കുക. അതോ എങ്ങനെ എക്സാം അറ്റൻഡ് ചെയ്യുക, ഇതൊക്കെ തന്നെയല്ല. അതുകൊണ്ടാണ് പാസ്സാവുന്നത്. ഇവിടുത്തെ പാസ് പെർസെൻറ്റേജ് കൂടുന്നത് അതുകൊണ്ട് മാത്രമാണ്. സപ്പോർട്ട് ഭയങ്കര സപ്പോർട്ടാണ്. നമ്മളൊന്ന് ഡൗൺ ആകുമ്പോഴത്തേക്ക് അവർക്ക് മനസ്സിലാവും. ഒന്ന് ഡൗൺ ആകുമ്പോഴത്തേക്ക് മനസ്സിലാവും. അവർ വിളിച്ച് നമുക്ക് മോട്ടിവേഷൻ തരും, പാസ്സാവും, അങ്ങനെ പറയും. ഭയങ്കര എന്താ, നമ്മൾ വീട്ടിൽ ഒറ്റയ്ക്കിരിക്കുകയാണെങ്കിൽ അടുത്തായിരുന്നു. നമുക്ക് പാരൻസ് ഉണ്ടാവും, പക്ഷേ അവർ പറയുന്നതിനൊരു ലിമിറ്റ് ഉണ്ട്. ഇവർക്കെല്ലാം അറിയാം. അപ്പോൾ ഇവർ അങ്ങനെ നമ്മൾ സപ്പോർട്ട് ചെയ്യും. അത് ഭയങ്കര അനുഗ്രഹമായിരുന്നു സത്യം ഇവിടെ വന്നിട്ട്. നമ്മളെക്കാൾ കൂടുതൽ നമ്മൾ പാസ്സാവണമെന്ന് ആഗ്രഹിക്കുന്നത് ആ ഒരു ടീം തന്നെയാണ്. ആൻഡ് റിസൾട്ട് വന്നപ്പോഴും നമ്മളെക്കാൾ കൂടുതൽ സന്തോഷിച്ചത് പാരൻസും അവരൊക്കെ തന്നെയാണ്. ഇവർ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതും പാരൻസ് അങ്ങനെ ഒരു സോണാണ്. മീൻസ് നമുക്ക് ഈവൻ കുറേ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും, എന്നാൽ ഇവർ കൂടുതൽ കൺസേൺ ചെയ്യുന്നത് പാരൻസ്. നിങ്ങളുടെ പാരൻസിനെ ഓർത്ത് നിങ്ങൾ പഠിക്കുക, അങ്ങനെയെങ്കിലും നിങ്ങൾ പഠിക്കുക, അങ്ങനെ പറയാറ്. ലത്തീഫ് സാറിൻ്റെ ഒരു മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ അതന്നെ.
നമ്മൾ ഈ ലാസ്റ്റ് ടൈമിലൊക്കെ പഠിച്ച് മടുക്കുമെന്ന് എക്സാം കഴിഞ്ഞാൽ മതി എന്നായി. അപ്പോഴൊക്കെ ലത്തീഫ് സാറ് പറഞ്ഞ് നമ്മൾ ആ ഒരു ലെവലിലേക്ക് എത്തും. സെക്കൻഡ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ അത്രയും ടഫാണ്. അക്കൗണ്ട്സിൻ്റെ അഡ്വാൻസ്ഡ് എല്ലാ സബ്ജക്റ്റും ഒരു 2 സബ്ജക്ട്സ് വെച്ചിട്ടാണ് ഓരോ സബ്ജക്ട്സും ഉള്ളത്. അത് പഠിച്ചെത്തുക എന്ന് പറയുമ്പോൾ തന്നെ ഒരു ടാസ്ക്കാണ്. അതിൻ്റെ തലേന്ന് നമ്മൾ എങ്ങനെ റിവൈസ് ചെയ്തു അതിനനുസരിച്ചിരിക്കും എക്സാമൊക്കെ. അതിനൊക്കെ ഇവിടെ നമുക്ക് സ്പെഷ്യൽ ട്രെയിനിങ് തരുന്നുണ്ട്. എങ്ങനെയൊക്കെ പഠിക്കണം, തലേന്ന് എന്ത് പഠിക്കണം, എങ്ങനെ അപ്രോച്ച് ചെയ്യണം. കാരണം നമുക്കിവിടെ ഡെയിലി ഇല്ലെങ്കിൽ ഓൾട്ടർനേറ്റീവ് ഡേയ്സിൽ ഇവിടെ എക്സാംസ് തന്നെയാണ്. എക്സാം എഴുതിയിട്ട് തന്നെയാണ് മെയിൻ എക്സാം നമ്മൾ എഴുതുന്നത്. അപ്പോൾ ഇതിൽ കണ്ട ക്വസ്റ്റ്യൻസ് തന്നെയായിരിക്കും അവിടെ ഉണ്ടാവുക. സോ നമുക്ക് പരിചയമായിരിക്കും എക്സാം എഴുതിയിട്ട്. അതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കും പാസ്സായിട്ടുണ്ടാവുക. മൊബൈൽ വേണ്ട ഇപ്പോൾ അങ്ങനെയായി. ആദ്യം എന്ന് പറയുമ്പോൾ ഒരു 5 മിനിറ്റ് കൂടുമ്പോൾ മൊബൈൽ എടുത്ത് നോക്കിയില്ലെങ്കിൽ ഒരു സമ്പാദം ഉണ്ടാവില്ല. ഇപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഫോണില്ലെങ്കിലും കുഴപ്പമില്ല. ഫോണില്ലല്ലോ, ഒരു കുഴപ്പമില്ല. നമ്മൾ വിചാരിക്കും നമ്മുടെ തോട്ടാണ് അങ്ങനെ ഫോണില്ലാണ്ട് പറ്റൂല എന്ന്. പക്ഷേ ഇവിടെ ഒന്നുമില്ല. എല്ലാവരും ഉണ്ട്, ഫ്രണ്ട്സ് എല്ലാവരും ഉണ്ട്. എന്തെങ്കിലും പ്രശ്നം വന്നാൽ മെൻറ്റേഴ്സ് ഉണ്ട്, ഷാദിയ മാം ഉണ്ട്, ഷെറൂർ സാറുണ്ട്. എല്ലാവരുടെ അടുത്തും പോയി പറയാം, ഒരു കുഴപ്പമില്ല. ഇവിടെ വന്നുകൊണ്ട് തന്നെയാണ് പാസ്സായത്. ഇങ്ങോട്ടേക്ക് ഇനി പിള്ളേർ വരുന്നുണ്ടെങ്കിൽ വരട്ടെ, വന്ന് പാസ്സാവട്ടെ, അങ്ങനെ തന്നെ പറയുള്ളൂ. വരിക, നമ്മൾ മാക്സിമം എഫേർട്ട് എടുക്കും. അതെന്തായാലും എടുത്തു പോകും. കാരണം നമ്മളൊന്നും ഇറങ്ങിപ്പോയാൽ അപ്പുറത്തുള്ള എല്ലാവരും പഠിക്കുമായിരിക്കും. അപ്പോൾ നമ്മൾ ഞെട്ടിട്ട് അവർ പഠിക്കാം, നമുക്കും പാസ്സാവണ്ടേ. അങ്ങനെ നമ്മൾ ഓട്ടോമാറ്റിക്കലി ഇരുന്ന് പഠിക്കും. ഇനിയിപ്പോൾ വരുന്നവരോട് എന്താ പറയാനുള്ളത്? വരും, വന്നാൽ എന്തായാലും പാസ്സാവും. നമ്മളൊരു 50% ആൻഡ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് അവരുടെ വക ഒരു 50% ഉണ്ട്. സോ പാസ്സാവും. അതെ. പാരൻസ് എന്തായാലും പാരൻസൊക്കെ ഭയങ്കര ഹാപ്പിയാണ്. നമ്മളെക്കാൾ കൂടുതൽ ഹാപ്പി അവർക്കാണ്. അവർ ഇനിയിപ്പോൾ ഞാൻ ഫൈനൽ ക്ലാസ്സൊക്കെ അറ്റൻഡ് ചെയ്യും. അത് കഴിഞ്ഞാൽ അവർ ഇവിടെ വന്ന് പഠിക്കാൻ എന്തായാലും പാസ്സാവുണ്ടാവും എന്നൊരു തോട്ടിൽ അവർ നിൽക്കുന്നു. ഭയങ്കര ഹാപ്പിയായി. ഇത്ര നാൾ 2-3 അറ്റൻഡ് ചെയ്തിട്ടും കിട്ടാനിട്ട് ഇവിടെ വന്ന് കിട്ടിയപ്പം ഭയങ്കര ഹാപ്പി. നല്ല അഭിപ്രായമാണ്. ഒന്നെ കണ്ടുപിടിച്ചത് പറഞ്ഞ് കേരളത്തിൽ ഇതാണ് ഫസ്റ്റ് ഇത് കഴിച്ചിട്ട് ഉള്ളൂ എന്ന് പറയും. അങ്ങനെ ഓൻ്റെ സ്വന്തം ഇഷ്ടം തിരഞ്ഞെടുത്തതാണ്. അതായത് ഓനിക്കത് ഓനങ്ങനെ പൊതുവെ ഉപയോഗിക്കില്ല. പഠിക്കാൻ അവൻ്റെ താല്പര്യമുണ്ട്. ഓയിലൊന്നും ഉപയോഗിക്കില്ല. കണ്ണൂർ ഇരിട്ടിയത്. വളരെ ഹാപ്പി. ഇവിടെ വന്നുകൊണ്ടാണ് ഞാൻ പാസ്സായത്. മീൻസ് ഞാൻ സാറിനെ വിളിച്ച് പറഞ്ഞിരുന്നു ഇവരുടെ എഫേർട്ട് കൊണ്ട് തന്നെയാണ് പാസ്സായത്. എൻ്റെ പാസ്സായാലും ഒരു 50% ഇവർക്ക് തന്നെയാണ്. ഫൈനലിനുള്ള രജിസ്ട്രേഷൻ ഞാൻ ഇപ്പോഴേ എടുക്കേണ്ടതെന്ന് സാറിനോട് ഞാൻ പറഞ്ഞിരുന്നു. ഉറപ്പായിട്ടും വ്യത്യസ്തൻ്റെ മാത്രമല്ല ഇവിടെയുള്ള ഓരോ മെൻറ്റേഴ്സിൻ്റെയും ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് മോട്ടിവേഷൻ കിട്ടിയിട്ടുണ്ട് സാർ. എനിക്ക് മോളിവിടെ കൊടുമാക്കിയപ്പോൾ പ്രതീക്ഷ ഉണ്ടായിരുന്നു. ലത്തീഫ് സാറിൻ്റെ ഓരോ പ്രാവശ്യം വരുമ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ടായിരുന്നു. ഒരു മാസത്തിലൊരിക്കലൂടെ വരുമായിരുന്നു. പുള്ളി പറയും കുഴപ്പമില്ല, പാസ്സാവും എന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. നമുക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു പാസ്സാവും എന്നുള്ളത്. നമ്മൾക്ക് വരുമ്പോൾ തുടക്കത്തിൽ തോന്നും ഭയങ്കരമായിട്ട് പ്രഷർ ചെയ്യേണ്ടെന്നൊക്കെ തോന്നും. പക്ഷേങ്കിൽ നമ്മൾ സാറിൻ്റെ കൂടെ നിൽക്കുകയാണെങ്കിൽ 100% നമുക്ക് പാസ്സാവാൻ കഴിയും. നമുക്കിപ്പോൾ ചിലപ്പോൾ അഗ്രിഗേറ്റിലേക്ക് പോകണം. ഒരുപാട് കുട്ടികൾ ഒരുപാട് വർഷം ഇങ്ങനെ എഴുതുന്നുണ്ട്, അഗ്രിഗേറ്റ് മാത്രം പോകണോണ്ടേക്കും. പക്ഷേ ഇവിടെ വന്ന് ഇവരുടെ ട്രാക്ക് റെക്കോർഡ് എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. അത് നമ്മൾ ഫോളോ ചെയ്താൽ തന്നെ, സാറ് പറയുന്ന പോലെ ഫോളോ ചെയ്താൽ തന്നെ 100% നമുക്ക് പാസ്സാവും. അവസാനം വരെ സാറിൻ്റെ കൂടെ നിൽക്കുക, ഈഗിൾസിൻ്റെ കൂടെ നിൽക്കുക, ഡെഫിനറ്റ്ലി പാസ്സാവും. നമ്മൾ രാവിലെ 6 o'clock 7 വരും. അതിനുശേഷം രാത്രി വരെ നിർത്തും. രാത്രി വരെ അവിടെയാണ് നമുക്ക് ഫുഡും കാര്യങ്ങളൊക്കെ അവിടെ തന്നെയാണ്. നമ്മളൊരു ഫാമിലി പോലെയാണ് അതിൻ്റെ അകത്ത്. നമ്മൾ ഹോസ്റ്റലിൽ നമ്മൾ കിടക്കാൻ വേണ്ടി മാത്രമേ പോകണുള്ളൂ. ബാക്കിയുള്ള ടൈം ഫുൾ നമ്മൾ സ്പെൻഡ് ചെയ്യുന്നത് ക്യാമ്പസിൻ്റെ അകത്താണ്. അത്രയും നമുക്ക് തോന്നില്ല. കാരണം ഇപ്പോൾ ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ ഇത് അച്ചീവ് ചെയ്തപ്പോൾ എനിക്ക് സാറ് അന്ന് തന്ന് ഇപ്പം നമ്മളോട് ദേഷ്യപ്പെട്ടിട്ടുണ്ടാവും. അന്ന് തന്ന് നമുക്ക് എഫേർട്ടിൻ്റെയും അന്ന് നമ്മൾ ഇന്ന് പഠിച്ചതിൻ്റെയൊക്കെ റിസൾട്ടാണ് ഇന്ന് കിട്ടിയത്. ഡെഫിനറ്റ്ലി ഇവിടെ വന്നുകൊണ്ട് തന്നെയാണ്. കുറിച്ചോ ലൈഫിൽ എടുത്ത തീരുമാനങ്ങളിൽ ഏറ്റവും ആപ്റ്റായ ഒരു തീരുമാനം എന്ന് പറഞ്ഞാൽ ഇവിടെ ജോയിൻ ചെയ്ത് എന്നുള്ളതാണ്. ഇനിയിപ്പോൾ താങ്ക് യു ലത്തീഫ് സാറിൻ്റെ പ്രത്യേക ഒരു നന്ദി പറയാണ്. ദാറ്റ്സ് ഓൾ. തീർച്ചയായും ഇങ്ങോട്ട് തന്നെ വരിക. വേറെന്താ പറയുക, ഇവിടെ വന്നു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് മുതലാവും. ഒന്നുമില്ല, ഈഗിൾസ് അടിപൊളിയാണ്. ദാറ്റ്സ് ഓൾ. സൂപ്പറാണ്, കുഴപ്പമൊന്നുമില്ല. നല്ല റെസിഡൻഷ്യൽ ക്യാമ്പസിൽ പഠിക്കാൻ തയ്യാറാണെങ്കിൽ ഈഗിൾസ് വരിക. അതാണ് മെയിനായിട്ട് പറയാനുള്ളത്. പഠിക്കാനാണെങ്കിൽ ഇവരെല്ലാം നല്ല കട്ട സപ്പോർട്ടാണ്. ഉഴപ്പാനാണെങ്കിൽ ഇവിടെ നടക്കൂല. പഠിക്കാനാണെങ്കിൽ സെറ്റാണ്. മൊബൈൽ ഇല്ലാത്തത് പറഞ്ഞാൽ അതന്നെ നമുക്ക് കൂടുതൽ നേരം നമുക്ക് സംസാരിക്കാൻ നടക്കും. എല്ലാവരും വർത്താനം പോലെയൊക്കെ നടക്കും. മൊബൈൽ കുറവായുണ്ട്. എന്നാലും കുറച്ചൊക്കെ ബുദ്ധിമുട്ടാണ്, എന്നാലും സെറ്റാണ്. ഇനിയും എല്ലാ കുട്ടികളും ഇവിടെ വന്ന് പഠിക്കണം എന്ന് പറയാനുള്ളത്. ഇവിടെ വന്നാൽ എന്തായാലും വിജയം. നല്ല സപ്പോർട്ടിംഗ് ആണ് സ്റ്റാഫെല്ലാം. എത്രയും പെട്ടെന്ന് ഇവിടെ ചേരുക, ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ. ഈഗിൾസ് നല്ല അഭിപ്രായം, വളരെ. അതുകൊണ്ടാണ് നമ്മൾ അത് തിരഞ്ഞെടുത്താൽ നമ്മളിവിടെ വന്നതും. നല്ല ഇവിടുത്തെ ഫാക്കൽറ്റി നല്ല ഫാക്കൽറ്റിയാണ്.
നേതൃത്വങ്ങളുണ്ട്, നല്ല നോക്കി പറയുന്നുണ്ട്, നല്ല ഹാപ്പി, വളരെ സന്തോഷം. നല്ല നല്ല ക്ലാസ്സുകളാണ് നടക്കുന്നത്. വളരെ ശ്രദ്ധയുണ്ട്, സൂക്ഷിച്ച് നോക്കുന്നുണ്ട്, എല്ലാ ക്ലാസ്സുകളും നടത്തുന്നുണ്ടോ അതിനെ പറ്റിയിട്ടുള്ള എല്ലാ ഇതും നോക്കി പറയുന്നുണ്ട്. ഭാവിയെ പറ്റി എന്ന് പറഞ്ഞാൽ ഇത് ഈ ഈഗിൾസ് എന്നതിനെ പറ്റി നമുക്ക് പറയാം, ബാക്കി അവരാണ് ചിന്തിക്കേണ്ടത്. ഈഗിൾസിനെ പറ്റി നല്ല അഭിപ്രായമുള്ള ഒരു ഇതാണ്. അതുകൊണ്ടാണ് നമ്മൾ അതിൻ്റെ ഒരു ഉദാഹരണമാണല്ലോ നമ്മൾ കൊണ്ടുവന്നത്, നമ്മളെ കുട്ടീനെ അവിടെ എത്തിച്ചത്. വളരെ ഒന്നും പറയാല്ല, ഇത് എക്സ്പീരിയൻസ് ചെയ്യണം. ഇവിടെ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യണം. വടകര. ഈഗിൾസിനെ പറ്റി പറയുകയാണെങ്കിൽ അവർ നല്ല എക്സാംസ് തരുന്നുണ്ട്, പിന്നെ അവർ നല്ല പഠിക്കാനുള്ള അന്തരീക്ഷം തരുന്നുണ്ട്. മൊത്തത്തിൽ നമ്മൾ ഫുൾ സപ്പോർട്ട് ഉള്ളതുകൊണ്ട് മാത്രമാണ് പാസ്സാകാൻ പറ്റുക. ഇനി വരുന്ന CA എടുക്കുന്ന കുട്ടികൾക്കെല്ലാം ഏറ്റവും നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂഷനായിട്ട് ഞാൻ സജസ്റ്റ് ചെയ്യുക ഈഗിൾസ് തന്നെ. ഒന്നും പറയാനില്ല, ഇവരെല്ലാവരും പറഞ്ഞ സാധനം തന്നെ. ഈഗിൾസിൽ വന്നാൽ പഠിക്കാൻ പറ്റും. CA കോഴ്സ് കംപ്ലീറ്റ് ആകാൻ നമുക്ക് നോക്കാം. കുഴപ്പമില്ല, അതിപ്പോൾ പുതിയ പുതിയ ഫ്രണ്ട്സുകളെ കിട്ടും. നമ്മളിപ്പോൾ സംസാരിക്കാനുള്ള ഫെസിലിറ്റി ഇപ്പോൾ ഇല്ലല്ലോ, അപ്പോൾ ഇത് ഫ്രണ്ട്സ് സർക്കിൾ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റും. ഈഗിൾസ് വളരെ നല്ലതാണ്. സാറ് വളരെ നന്നായിട്ട് തരും, അടിപൊളിയായിട്ട് മോട്ടിവേഷൻ തരും. നമുക്ക് ഇല്ല, പക്ഷേ അത് കിട്ടും ഈഗിൾസിൽ. അതെ, ഹാപ്പിയാണ്. ഈഗിൾസിൽ വരാനെന്ന് പറയുമ്പോൾ നമുക്ക് ഇങ്ങനെ ഇരുന്ന് പഠിക്കാൻ പറ്റും. അതായത് ഫോണാണ് നമ്മളെ മെയിനായിട്ടുള്ള ഒരിത്. അപ്പം എന്താ പറയുക, ഫോൺ നമുക്ക് മാറ്റി വെക്കാൻ പറ്റും, അതാണ് ഏറ്റവും വലിയൊരു ഉപയോഗം. ഓക്കെ, പിന്നെ പറയുന്നത് അതായത് നമുക്ക് എക്സാംസ് ഉണ്ടാകും, അതുപോലെ തന്നെ നമുക്കിങ്ങനെ ഓരോ ഇൻഡിവിജ്വലായിട്ട് ഷെഡ്യൂൾ ഉണ്ടാക്കി തരും. നമ്മൾ എങ്ങനെ പഠിക്കണം എന്നുള്ളത് അവർ അടിപൊളിയായിട്ട് പറഞ്ഞുതരും. സോ നമ്മൾ ഇതിനനുസരിച്ചൊന്ന് മൂവ് ചെയ്യാം. നമുക്കൊരു ഡെഡിക്കേറ്റഡ് മൈൻഡ് ഉണ്ടെങ്കിൽ ഇവിടെ വന്നാൽ ഉറപ്പായിട്ടും പാസ്സാവും. സെറ്റാണ്. ശരിക്കും മൊബൈൽ ഇല്ലാത്തത് നമ്മൾ വിചാരിക്കും ഭയങ്കര കഷ്ടപ്പാടായിരിക്കും, പക്ഷേ ശരിക്കും അടിപൊളിയാണ്. നമുക്ക് നമ്മളെ ഫ്രണ്ട്സുമായിട്ട് നമ്മൾ നന്നായിട്ട് ഇതാക്കും. ഇപ്പോൾ ഈഗിൾസ് നമ്മൾ നല്ലൊരു ഫ്രണ്ട്സിൻ്റെ ഒരു സറൗണ്ടിങ്സ് ബിൽഡ് ചെയ്തിട്ടുണ്ട്. അത് മൊബൈൽ ഇല്ലാത്തതുകൊണ്ട് തന്നെ ആയിരിക്കും. ഓഫ് കോഴ്സ് നമ്മൾ മൊബൈൽ ഉണ്ടെങ്കിൽ നമ്മൾ മൊബൈലിൽ തന്നെ ആയിരിക്കും ഉണ്ടാവുക. അപ്പം നമ്മൾ മൊബൈൽ നോക്കാണ്ട് നമ്മൾ ചുറ്റുപാട്ടിലേക്ക് അങ്ങനെ ഇറങ്ങുമ്പോൾ ശരിക്കും അടിപൊളിയാണ്. ഒരു ദിവസം ഒരു 14 hours അങ്ങനെ തന്നെ പഠിക്കും. രാവിലെ 6 മണി മുതൽ 10 മണി വരെ നമ്മൾ ഇൻസ്റ്റിറ്റ്യൂഷനിൽ തന്നെ ആയിരിക്കും. പിന്നെ ബ്രേക്കൊക്കെ വരുമ്പോൾ നമ്മളിടക്ക് പുറത്തേക്ക് വരാം. അത്ര ഇവിടെ വന്നാൽ പാസ്സാവാനുള്ള ചാൻസസ് ഒക്കെ നല്ല കൂടുതലാണ്. അഡ്വർടൈസിങ്ങിലൂടെ കാണുന്നത് പറഞ്ഞു കേട്ടിട്ടുണ്ട്. പിന്നെ നല്ലൊരു സെൻറ്ററാന്നുള്ളൊരു അതിൻ്റെ ഇതിലാണ് നമ്മൾ വരുന്നത്. തീർച്ചയായിട്ടും നല്ല പങ്ക്ച്വലായിട്ടുള്ള രീതിയിലുള്ള പഠിപ്പാണ് ഇവിടെ നടക്കുന്നത്. അതൊരു നല്ലൊരു പോസിറ്റീവായിട്ട് തോന്നുന്നുണ്ട്. അപ്പോൾ എല്ലാ കുട്ടികളും വന്ന് കെയർ ചെയ്യുന്നുണ്ട്. പിന്നെ ഓരോ കുട്ടികളുടെ വീക്ക്നെസ്സും അവർ മനസ്സിലാക്കിയിട്ട് അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കുന്നുണ്ട്. അത് വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്. താഴേക്ക് പോകുന്ന സമയത്ത് കറക്റ്റായിട്ട് പൊക്കിക്കൊണ്ട് വരാൻ അവർക്കറിയാം. ഒരു എന്താ പറയുക, അതെ, നെഗറ്റീവിനെ പോസിറ്റീവ് ആക്കാൻ ശ്രമിക്കുന്നതാണ്. നന്നായി പോകുന്നു. ഹാപ്പിയാണ്. എന്താണ് ഭാവിയിൽ ഈഗിൾസിലേക്ക് വരാൻ ഉദ്ദേശിക്കുന്നത്? ഇനി നമ്മൾ റിവ്യൂലേക്ക് കടക്കുകയാണ്. കുട്ടികളുടെ റിവ്യൂ ആണ്. പഠിക്കണമെന്ന് താല്പര്യമുള്ള ഇവിടുത്തെ മൊബൈൽ ഉപയോഗത്തെ പറ്റിയൊക്കെ മക്കൾ പരാതി പറയാറുണ്ട്. എങ്കിലും വളരെ നല്ലതായിട്ട് എനിക്ക് തോന്നി എനിക്ക്. കാരണം നിയന്ത്രണങ്ങളില്ലെങ്കിൽ അവരൊരിക്കലും അത് ഉപയോഗിക്കാതിരിക്കില്ല. അവരുപയോഗിക്കും. മൊബൈലിൻ്റെ ഉപയോഗം അങ്ങനെയാണല്ലോ ഇപ്പോൾ. പക്ഷേ നമ്മളത് സ്ട്രിക്റ്റായിട്ട് ഞങ്ങൾക്ക് വീട്ടിൽ പറ്റാറില്ല. പക്ഷേ ഇവിടെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ അത് കൊടുക്കാതെയൊക്കെ ഇരുന്നത് വളരെ നന്നായി തന്നെയാണ് അഭിപ്രായം. അവരുടെ കംപ്ലൈൻറ്റ് നമ്മൾ നോക്കണ്ട, മക്കളാണ് അത് ആഗ്രഹിക്കും, താല്പര്യപ്പെടും. പക്ഷേ അവിടെ വളരെ ഹാർഡ് വർക്കും പഠിപ്പിച്ച അധ്യാപകരായാലും മറ്റുള്ളവരെ എല്ലാവരും എനിക്ക് സ്റ്റേജിൽ ചമ്മലുകൊണ്ട് പറയാൻ പറ്റിയ ഈ അവസരത്തിൽ പറയണ വളരെ വളരെ വിളിക്കാനായിട്ടുള്ളൊരു കൊടുത്തിരുന്നല്ലോ ഒരു പ്രത്യേക സമയം പറഞ്ഞ് കുറച്ച്. അപ്പം നമുക്ക് എന്നും വിവരങ്ങൾ അറിയാൻ പറ്റിയിരുന്നു. അതെന്തായാലും നന്നായി. കാരണം അവർ പലപ്പോഴും അറിയാമല്ലോ ഇന്നത്തെ കാലത്ത് അവർക്കത് വേണം. TV ഇല്ലെങ്കിലും വേറെ ഒന്നില്ല, അതിൽ തന്നെ കുത്തിയിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു ശാപവും. അതിൻ്റെ ഈകള് നിങ്ങൾക്ക് 100% ഒരു ഡൗട്ടും വേണ്ട.
നിങ്ങൾ വരണം. ഞാനിവിടുത്തെ എൻ്റെ മോൻ വന്നിട്ടുള്ള അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ നിന്നാണ് പറയണത്. വളരെ നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. നിങ്ങൾക്ക് ഒരു ടെൻഷനും വേണ്ട. നമ്മൾ വീട്ടിൽ മക്കളെ നോക്കണ പോലെ തന്നെ ഇവിടെ നോക്കുന്നുണ്ട് എല്ലാ കാര്യത്തിലും. എനിക്ക് പ്രത്യേകിച്ച് ഷാജിയ മാഡം, അവർ മക്കളെപ്പോഴും വീട്ടിൽ പറയാറുണ്ട് ലത്തീഫ് സാറിനെ പറ്റിയൊക്കെ. അതിൽ നിന്ന് നമുക്ക് അവരുടെ പൾസ് അറിയാൻ പറ്റാറുണ്ട് ഇവിടുത്തെ കാര്യങ്ങളെ പറ്റിയിട്ട്. അപ്പോൾ വരുന്നവരൊക്കെ തീർച്ചയായിട്ടും വളരെ നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. ഇവിടുത്തെ അധ്യാപകരും മറ്റുള്ള കാര്യങ്ങളെല്ലാം കുറച്ച് സ്ട്രിക്റ്റ് ആണ്. അത് നിങ്ങളുടെ നല്ലതിനാണെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ധൈര്യസമേതം കടന്നു വരാം. പലപ്പോഴും ഫോൺ ചെയ്യുമ്പോഴൊക്കെ അവർ പറയാറുണ്ട്, പലപ്പോഴും മാനസികമായിട്ട് വീക്കായിരുന്ന അവസരത്തിൽ അപ്പോൾ വളരെ അവർക്ക് പ്രചോദനം ആള് കൊടുക്കാറുണ്ട്. ക്ലാസ്സുകളൊക്കെ അതിനുള്ള കൊടുക്കാറുണ്ട്. അവരുടെ എന്ത് ശാരീരികമായിട്ടുള്ള അസ്വസ്ഥതകളും പല ബുദ്ധിമുട്ടുകളും ഉണ്ടായപ്പോഴൊക്കെ, അസുഖങ്ങൾ വന്നപ്പോഴൊക്കെ നല്ല നമ്മുടെ പ്രസൻസ് ഇല്ലെങ്കിലും വളരെ വളരെ നല്ല ഒരു ഇതായിരുന്നു. എൻ്റെ മകള് ആദ്യം ഫൗണ്ടേഷൻ ചെയ്തത് തൃശ്ശൂരായിരുന്നു. അപ്പോൾ കുട്ടിയോട് പലരും പറഞ്ഞ് ഈഗിൾസ് എന്ന് പറഞ്ഞ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്, നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടാണ്, അവിടെ ആകുമ്പോൾ നമുക്ക് നല്ല വിജയം കിട്ടുമെന്ന് പറഞ്ഞു. അങ്ങനെ കുട്ടിയും കുട്ടിയുടെ കൂടെ 2-3 സ്നേഹിതികളും കൂടെ വന്നിട്ടാണ് ഇവിടെ പഠിച്ചത്. ലത്തീഫ് സാറിൻ്റെയും മറ്റുള്ള എല്ലാ അധ്യാപകന്മാരെയും പ്രയത്നം കൊണ്ടാണ് ഒരു വിജയിച്ചത്. പിന്നെ കുട്ടികൾക്കൊരു ബുദ്ധിമുട്ടുണ്ട്, മൊബൈൽ കൊടുക്കുന്നില്ല എന്നുള്ളത്. അതൊരു നല്ലതിനായിരുന്നെന്ന് ഇപ്പോൾ മനസ്സിലായി. അല്ലെങ്കിൽ കുട്ടികൾ അതുകൊണ്ടാണ് വിജയിച്ചത്. വളരെ കർശനുണ്ടെങ്കിലേ മാത്രമേ വിജയിക്കുള്ളൂ. പക്ഷേ എൻ്റെ മോള് ജയിക്കൂല എന്ന് വിചാരിച്ചിട്ട് റിസൾട്ട് വരണ അന്ന് 10 മണിക്ക് റിസൾട്ട് വരുമെന്ന് പറഞ്ഞിട്ട് ജയിക്കൂല എന്നുള്ള പ്രതീക്ഷയിൽ കിടന്നുറങ്ങിയിരുന്നതാണ്. നമ്മളെ പ്രവർത്തന കൊണ്ടും ഈഗിൾസിലെ ആൾക്കാരെ, അവരെ അധ്യാപകന്മാരെ ഇതുകൊണ്ടാണ് കുട്ടി വിജയിച്ചത്. അതിന് വളരെയധികം സന്തോഷമുണ്ട്. കൊടുത്തുകൊണ്ടാണ് സന്തോഷം. ഇപ്പോൾ നമ്മൾ കുട്ടി വിജയിച്ചെന്ന് അറിഞ്ഞിട്ടും അവരെല്ലാവരും വിളിച്ചിരുന്നു, നമ്മളൊരു സന്തോഷം പങ്കുവെച്ചു. നമുക്കതിൽ വളരെ സന്തോഷമാണ്, വളരെ ഹാപ്പിയാണ്. ഇനിയിപ്പോൾ കുട്ടി പഠിക്കാൻ പോകുന്നതും ഇവിടെ തന്നെയാണ്. പിന്നെ ഇനിയിപ്പോൾ ഇവിടേക്ക് വരാൻ ഉദ്ദേശിക്കുന്ന കുട്ടികളോട് നമ്മൾക്ക് പറയാനുള്ളത്, അധ്യാപകന്മാർ പറയുന്ന അതേപോലെ പഠിച്ചു കഴിഞ്ഞാൽ, അവരെ ശിക്ഷണത്തിൽ നിന്ന് കഴിഞ്ഞാൽ എന്തായാലും വിജയിച്ചിരിക്കും, 100% വിജയിച്ചിരിക്കും. അതിൽ യാതൊരു സംശയവുമില്ല. അതാണ് പറയാനുള്ളത്. ഓക്കെ, താങ്ക്സ്. എൻ്റെ പേര് ഷാഹുൽ ഹമീദ്, സ്ഥലം ഈരാറ്റുപേട്ട, കോട്ടയം ഡിസ്ട്രിക്ട്. എൻ്റെ മോള് അക്സാഖാൻ, അവൾ പാസ്സായിട്ടുണ്ട്. അതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. ഈഗിൾസിൽ അസർ, ലത്തീഫ് ഇവരോടൊക്കെ ഞങ്ങൾ വളരെ കടപ്പെട്ടിട്ടുണ്ട്. ഈ ഈഗിൾസിൻ്റെ ആ ഡിസിപ്ലിനും അതിൻ്റെ ഓർഗനൈസേഷനും ഞങ്ങൾ വളരെയധികം ഇഷ്ടപ്പെടുന്നു. തീർച്ചയായിട്ടും അതൊരു പ്രത്യേകമായിട്ട് ലത്തീഫിനുള്ളൊരു കഴിവായിട്ട് തന്നെ അത് ഞങ്ങൾ മനസ്സിലാക്കുന്നു. അത് ഞങ്ങൾ വളരെയധികം അപ്രിഷ്യേറ്റ് ചെയ്യുന്നു. അതാണ് ഞങ്ങളുടെ കുട്ടിയെ ഇവിടെ നിർത്താനുള്ള പ്രധാന കാരണങ്ങളൊന്നും അത് തന്നെയാണ്. തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു. എൻ്റെ ഒരു കോഴിക്കോടുള്ള ഒരു ഫ്രണ്ടാണ് എനിക്ക് റെഫർ ചെയ്തത്. ഞാൻ വിദേശത്തായിരുന്നു. അവിടെ നിന്ന് എനിക്ക് റെഫറൻസ് കിട്ടിയാണ് ഞാൻ വിട്ടത്. ഞാൻ ഫോണിൽ സംസാരിച്ചു, പിന്നീട് അന്വേഷിച്ചു. പക്ഷേ ആദ്യം ചില തുടക്കത്തിൻ്റെ പ്രശ്നങ്ങളുണ്ടായിരുന്നെങ്കിലും വീണ്ടും അതെല്ലാം റെക്ടിഫൈ ചെയ്ത് അവർക്ക് മുന്നോട്ട് വരാനുള്ള കഴിവിനെ ഞാൻ വളരെയധികം അപ്രിഷ്യേറ്റ് ചെയ്യുന്നു. തീർച്ചയായിട്ടും പാസ്സായി നല്ല സന്തോഷമുണ്ട്. ഇവിടുത്തെ സപ്പോർട്ടും മെൻറ്ററിങ്ങും ഒക്കെ കൊണ്ടാണ് എനിക്ക് ഫസ്റ്റ് ഗ്രൂപ്പ് ക്ലിയർ ചെയ്യാൻ പറ്റും. എനിക്ക് എക്സാമിൻ്റെ ടൈമിലുണ്ടാകുന്ന ടെൻഷനും ഒക്കെ ഇവിടെ നിന്ന് മെൻറ്ററിങ്ങും ഇവിടുത്തെ സാർമാരിൽ നിന്ന് കവർ ചെയ്യാൻ പറ്റും. ഓൾറെഡി ഞാൻ ഞങ്ങളുടെ സർക്കിളിലുള്ള കുട്ടികളോട് ഓൾറെഡി ഞാൻ ഈഗിൾസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ വളരെ സുഹൃത്തുക്കളും ഓൾറെഡി ഈരാറ്റുന്ന വീട്ടിൽ നിന്ന് ഒരു കുട്ടി ഇവിടെ വന്ന് ചേർന്നിട്ടുണ്ട്. ഇവിടെ റെഫറൻസ് തന്നെയാണ് വരുന്നത്. തീർച്ചയായും ഈഗിൾസ് തന്നെയാണ് എപ്പോഴും ഫസ്റ്റ് കൺസിഡറേഷൻ. ഈഗിൾസ് തന്നെയാണ്. ആരോട് സംസാരിച്ചാലും തീർച്ചയായും അങ്ങനെ തന്നെയായിരിക്കും. ഇപ്പോൾ ഒബ്വിയസ്ലി പ്രൗഡാണ്. ബോത്ത് ഗ്രൂപ്പ് പാസ്സായി, ഇൻ്റർ ക്വാളിഫൈ ചെയ്തു. സോ യെസ്, സന്തോഷമാണ്. പറയുകയാണെങ്കിൽ ഇവിടുത്തെ എല്ലാ സ്റ്റാഫും, നോട്ട് ജസ്റ്റ് ലത്തീഫ് സർ, ഷാദിയ, പക്ഷേ ഈച്ച് ആൻഡ് എവറി സ്റ്റാഫ് ഇടുന്ന എഫേർട്സാണ് ഈ വിജയത്തിന് കാരണം തന്നെ. പിന്നെ എല്ലാവരും അത്ര കൺസിസ്റ്റൻ്റ് ആയിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആയാലും ഇവാലുവേഷൻ ആയാലും പിന്നെ പങ്ക്ച്വാലിറ്റി, ഡിസിപ്ലിനൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നതൊക്കെ ആ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു രീതി കൊണ്ടാണ് ഈ വിജയം ഈഗിൾസിന് നേടാൻ സാധിച്ചത്. അതാണ് പ്ലസ് പോയിന്റ്. അല്ല, അതൊരു എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. മൊബൈൽ ഇല്ലാത്തത് നല്ലതാണ്. ഡെഫിനറ്റ്ലി കം, ഡെഫിനറ്റ്ലി. യോഗന് നെവർ ഇവിടെ പഠിക്കുമ്പോൾ യു ലൈക്ക് അയ്യോ വരണ്ടായിരുന്നു, ജയിലാണ്. പക്ഷേ ഇറങ്ങുമ്പോൾ നമ്മളാ ഇട്ടൊരു എഫേർട്ട് നമുക്ക് മനസ്സിലാവും. അപ്പോൾ നമ്മൾ ദിസ് വാസ് എ വെരി ഗുഡ് ഡിസിഷൻ അങ്ങനെ പറയും. അതാണ് വേണ്ടത്.